സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. മേക്ക് എ ജോയ്ഫുൾ നോയ്സ് അൻടു യാവേ. സകല ഭൂവാസികളുമായുള്ളവരെ യഹോവയ്ക്ക് ആർപ്പിടുവിൻ. Look at the translation there. Make a joyful noise. How many people know the joyful noise? Hello, are you here? നിങ്ങൾ ഇവിടെ ഉണ്ടോ? Joyful noise. ഹലോ, പിള്ളേരെ സെറ്റ് എല്ലാം എന്ത് ചെയ്യും? All the youngsters, ചെറുപ്പക്കാരെല്ലാം. Someone is here. The Bible says, make a joyful noise unto the Lord. That is a joyful noise. സന്തോഷം വരുമ്പം നമ്മൾ വെക്കുന്ന ഒരു ചില ശബ്ദങ്ങളുണ്ട്. അതിനായി ജോയ്ഫുൾ നോയ്സ് എന്ന് പറയുന്നത്. അയ്യോ, എന്നാ സന്തോഷം വരുമ്പോഴെല്ലാം പറയാണോ? ഇപ്പോ ഇന്ത്യ 2020 കപ്പ് അടിച്ചു. ഇന്ത്യക്ക് 2020 വേൾഡ് കപ്പ് കിട്ടി. വേൾഡ് കപ്പ് ക്യാപ്റ്റൻ ഉയർത്തിയപ്പോ എന്നാ പറഞ്ഞേ. ജോയ്ഫുൾ നോയ്സ്. ആരും മിണ്ടുന്നില്ലല്ലോ. ജോയ്ഫുൾ നോയ്സ്. സന്തോഷം വരുമ്പോൾ നമ്മൾ പോലും അറിയാതെ നമ്മുടെ അകത്ത് നമ്മൾ വെക്കുന്ന ചില ഒച്ചകളുണ്ട്. അതിൽ ചിലർ വാവ്, live change my face. ആരെങ്കിലും come on, joyful noise. Want to make it I got it. അല്ലാതെ സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ. Come on, celebrate Jesus. Yes. Yeah. Amen. Woo. Hey. Yeah. Come on, church. Celebrate Jesus. Hallelujah. Hallelujah. Amen. ജോയ്സ്ഫുൾ നോയ്സിൽ ഉൾപ്പെടുന്നതാ ഈ വെച്ച ഒച്ചയല്ല. ഇത് സിനിമാ കോട്ടയിൽ അടിക്കേണ്ടതല്ല. ഇത് ഉത്സവപ്പറമ്പിൽ, പൂരപ്പറമ്പിലും കളിക്കളത്തിലും എല്ലാ ശബ്ദങ്ങളും ദൈവത്തിന് വേണ്ടി. All the voice. All the voice for Jesus. Hallelujah. Hey. Amen. ഷാർജയിൽ ക്രിക്കറ്റ് കളി നടക്കുമ്പോ പുനലൂര വീട്ടിൽ നീ എന്തിനാ ടീപ്പോ ചവിട്ടി പൊട്ടിച്ചേ? ആരും മിണ്ടുന്നില്ല. ഹല്ലേലൂയ. മെസ്സി അങ്ങ് അർജന്റീനയിൽ നിന്ന് ഗോൾ അടിക്കുമ്പോ നീ എന്തിനാ ഈ പട്ടാഴി വീട്ടിൽ കിടന്ന് ഈ ബഹളം എല്ലാം ഉണ്ടാക്കുന്നേ? ബിക്കോസ് ഇവൻ മെസ്സിയുടെ ആരാധകനാ. ഈ കളി കണ്ടുകൊണ്ടിരുന്ന, ഫുട്ബോൾ കളി കണ്ടുകൊണ്ടിരുന്നവൻ മെസ്സിയുടെ ആരാധകനാ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിനെ ഇഷ്ടപ്പെട്ടവനാ. ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിന്റെ കളി കണ്ട് ഇന്ത്യ ജയിച്ചാൽ
അവന്റെ അകത്ത് പിന്നെ എന്തൊക്കെ ആഹ്ലാദ പ്രകടനമാ വരുന്നെന്ന് പറയാൻ പറ്റത്തില്ല. ഞാൻ യേശുവിന്റെ ആരാധകൻ. Yes. Yes, Lord. Hallelujah. I'm worshiping my Jesus. We worship you. We worship. Jesus is my hero. Yes. Jesus is my celebrity. Yeah. Hallelujah. Amen. Hallelujah. യേശു എന്തെങ്കിലും ചെയ്തെന്ന് കേട്ടാൽ എനിക്ക് ആവേശമാ. Yes. He is my hero. Jesus is my hero. Yes. Jesus is my celebrity. Yes. Yeah, I am celebrating Jesus here. Yes. Amen. We praise. Thank you, Holy Spirit. Thank you, Holy Spirit. Make a joyful noise unto Yahweh. ഇത്രയും റിജോയ്സ് ആറ് ശാന്തമായിട്ട് പറയും. Please translate. Pastor NKJV says, make a joyful shout. Make a joyful Shout. shout ചെയ്യുന്ന എങ്ങനെയാ? No control. ഷൗട്ട് ചെയ്യുന്ന എങ്ങനെയാന്ന് ആരോടാ ചോദിക്കുന്നത്? അമ്മ എങ്ങനെയാടാ മോനെ ഷൗട്ട് ചെയ്യുന്നേ? എന്റെ അമ്മയ്ക്ക് വട്ടാണോ? Hallelujah. Hey. Praise the Lord. Praise the Lord. It translates. That's it. Okay, second word. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ, സംഗീതത്തോടെ അവന്റെ സന്നിധിയിൽ വരുവീൻ. Amen. സന്തോഷത്തോടെ യഹോവയെ സേവിപ്പീൻ. അടുത്തിരിക്കുന്ന ആളോട് പറഞ്ഞേ, സന്തോഷത്തോടെ കർത്താവിനെ സേവിക്കാൻ പറഞ്ഞു. യഹോവ ദൈവം, യഹോവ തന്നെ ദൈവം എന്നറിവീൻ. അവൻ നമ്മെ ഉണ്ടാക്കി, നാം അവനുള്ളവരാകുന്നു, അവന്റെ ജനവും അവൻ മേയ്ക്കുന്ന ആടുകളുമാകുന്നു. ഹല്ലേലൂയ. യഹോവ തന്നെ ദൈവം, അവൻ എന്നെ നിർമ്മിച്ചു, ഞാൻ അവനുള്ളതാ, അവന്റെ ജനമാ, അവൻ മേയ്ക്കുന്ന ആടാ. ഇത് ദൈവത്തെ ആരാധിക്കുന്ന മുഴുവൻ ആളുകളും അറിഞ്ഞിരിക്കണം. There is only one God. ഞാൻ ദൈവത്തിന്റെയാ, ദൈവം എന്റെയാ. പറഞ്ഞ്, ഞാൻ കർത്താവിന്റെയാ, കർത്താവ് എന്റെയാ. അവൻ എന്നെ ഉണ്ടാക്കി, ഞാൻ അവന്റെ ജനമാ, അവൻ എന്നെ മേയിക്കുന്നു. ഹല്ലേലൂയ. അവരോട് 4-ാം വാക്യം പറയുന്നു, അവന്റെ വാതിലുകളിൽ സ്തോത്രത്തോടും അവന്റെ പ്രാകാരങ്ങളിൽ സ്തുതിയോടും കൂടെ വരുവീൻ. അവന് സ്തോത്രം ചെയ്ത് അവന്റെ നാമത്തെ വാഴ്ത്തുവീൻ. ഓക്കെ, ഞാൻ ഈ എടുത്ത സങ്കീർത്തനത്തിൽ നിന്ന് ജീവനുള്ള ദൈവത്തെ ആരാധിക്കേണ്ടതായ 7 നിലകളെ കുറിച്ച്, 7 സത്യങ്ങളെ കുറിച്ച്, 7 അവസ്ഥകളെ കുറിച്ച് വ്യക്തമാക്കാൻ പോകുന്നു. From Psalm 100, the pastor would like to preach on how to worship the Lord, the 7 levels, the 7 ways in which we need to worship the Lord, that we are going to hear from Psalm 100. നിങ്ങൾക്ക് എഴുതാൻ കഴിയുന്നവർക്ക് വേണേ എഴുതാം. ഹൃദയത്തിൽ കുറിക്കാൻ കഴിയുന്നവർക്ക് കുറിക്കാം. 7 എബ്രായ വാക്കുകൾ, 7 Hebrew words. ഇതാണ് 7 Hebrew words. ദൈവത്തെ ആരാധിക്കുന്ന ആരാധനയുടെ 7 അവസ്ഥകളെയും അതിന്റെ സ്ഥാനങ്ങളെ കുറിച്ചുള്ള 100-ാമത്തെ സങ്കീർത്തനത്തിൽ നിന്ന് the 7 points and 7 Hebrew words. Number 1 is Tauda. Tauda. ഒന്നാമതായി Tauda. Tauda is a Hebrew word. Tauda. രണ്ടാമതായി Yada. മൂന്നാമതായി Barak.
നാലാമതായി ഹലാൽ, അഞ്ചാമതായി സമാർ, ആറാമതായി തെഹീല, ഏഴാമതായി സബാക്. 7 നിലകളിൽ ദൈവത്തെ ആരാധിക്കുന്ന അനുഭവങ്ങൾ, 7 അനുഭവങ്ങൾ. ഞാൻ ഇന്നത്തെ മെസ്സേജിൽ ഈ ഭാഗങ്ങൾ ഉൾപ്പെടുത്തുമ്പോൾ എനിക്കറിയാം 1.5 മണിക്കകം ഈ മീറ്റിംഗ് ഏകദേശം 1.5 മണിക്കകം വൈൻഡപ്പ് ആകട്ടെ, അല്ലെങ്കിൽ ആകുമെന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷെ ഇതിനകത്ത് നിങ്ങൾ ഇന്ന് വരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ലാത്തൊരു ദൈവമഹത്വം മാനിഫെസ്റ്റ് ചെയ്യും. നമ്മളെല്ലാം ഇവിടെ വന്നത് ജീവനുള്ള ദൈവത്തെ ആരാധിക്കാനാണ്. We are not a worship leaders, we are the worshippers. നമ്മൾ ആരും ആരാധനകളെ നയിക്കുന്നവരല്ല, നമ്മളെല്ലാവരും ദൈവത്തെ ആരാധിക്കുന്നവരാണ്. ഞാൻ യേശുവിന്റെ ആരാധകനാണ്, ഞാൻ അവനെ ആരാധിക്കുന്നു. അത് അവന്റെ ജീവൻ അവൻ എനിക്കായി നൽകിയതിനാൽ. ലിസൺ, തൗഡ എന്ന വാക്കിന്റെ അർത്ഥം എബ്രായ ഭാഷയിൽ തൗഡ എന്ന് പറഞ്ഞാൽ സാക്രിഫൈസ് ഓഫ് പ്രൈസ്, സാക്രിഫൈസ് ഓഫ് പ്രൈസ്. അഥവാ നമ്മൾ പറയുന്ന സാധാരണ പറയുന്ന ഒരു വേർഡ് ഉണ്ട്, സ്തോത്രയാഗം. എല്ലാവരും പറഞ്ഞേ സ്തോത്രയാഗം. സ്തോത്രയാഗം. തൗഡ എന്നത് സ്തോത്രയാഗത്തെ കാണിക്കുന്നു, സാക്രിഫൈസ് ഓഫ് പ്രൈസ്. ലേവ്യയുടെ പുസ്തകം 7-ാം അധ്യായം അതിന്റെ 11-12 വാക്യങ്ങൾ. ലേവ്യ പുസ്തകം 7-ാം അധ്യായം 11-12 വാക്യങ്ങൾ എഴുതിയിരിക്കുന്ന യഹോവയ്ക്ക് അർപ്പിക്കുന്ന സമാധാന യാഗത്തിന്റെ പ്രമാണം ആവിത്. അതിനെ സ്തോത്രമായി അർപ്പിക്കുന്നെങ്കിൽ അവൻ സ്തോത്രയാഗത്തോടു കൂടെ എണ്ണ ചേർത്ത് പുളിപ്പില്ലാത്ത ദോശകളും എണ്ണ പുരട്ടിയ പുളിപ്പില്ലാത്ത വടകളും എണ്ണ ചേർത്ത് കുതിർത്ത നേരിയ മാവുണ്ടാക്കിയ ദോശകളും അർപ്പിക്കണം. വേർഡ് 11. The Bible says, "Ye shall offer unto the Lord peace of offerings." Word 12, 12-ാം വാക്യം. If he offer it for a thanksgiving, then he shall offer with a sacrifice of thanksgiving. എല്ലാവരും പറഞ്ഞു സാക്രിഫൈസ് ഓഫ് താങ്ക്സ്ഗിവിംഗ്. ത്യാഗത്തോടുകൂടെയുള്ള സ്തുതികൾ, ത്യാഗത്തോടുകൂടെയുള്ള നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ വില കൊടുത്തുള്ള ആരാധന. ഹല്ലേലൂയ. ഈ ചൗഡ എന്ന വാക്കിന്, എബ്രായ വാക്കിന് ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്ന അർത്ഥം express visible thanks or expressing adoration to God എന്ന് പറഞ്ഞാൽ കാണത്തക്ക രീതിയിൽ, കാണുവാൻ കഴിയത്തക്ക നിലകളിൽ ദൈവത്തിന് നന്ദി അർപ്പിക്കുക. ഞാൻ ദൈവത്തെ ആരാധിക്കുന്നത്, ഞാൻ ദൈവത്തിന് നന്ദി കരയറ്റുന്നത് കാണത്തക്ക. വേറൊരാളിൽ നിന്ന് നോക്കിയാൽ അവർക്ക് കാണുമ്പോൾ മനസ്സിലാകും, ഈസ് വർഷിപ്പിംഗ് ലോർഡ്, ഈസ് പ്രൈസിംഗ് ലോർഡ്. അവൻ ദൈവത്തെ ആരാധിക്കുകയാണെന്ന് മനസ്സിലാകും. കാണത്തക്ക രീതിയിൽ വിസിബിളായ നിലയിൽ ദൈവത്തോടുള്ള സ്നേഹത്തെ, ആ അഡോറേഷനെ ഞാൻ വെളിപ്പെടുത്തുന്നതാണ് ചൗഡ. Hallelujah. Can you please, Pastor? Yes. We have 7 Hebrew words which expresses the praise or thanksgiving to the Lord. And as the pastor said today, as we expound all these words, the Lord's mighty presence will fill this sanctuary. The first word is tauda. It means the sacrifice of praise. Leviticus chapter 7:11-12, we understand how a praise offering is made to the Lord. The basic understanding of this word is, this is a worship which is
given by paying a price. It's giving paying a price to the Lord, and it is visible to the Lord. It is expressed, and the people who are seeing this person worshiping, they will understand that he is worshiping, and somebody understands he is paying a price for that, and it is visible to the people. എല്ലാരും പറഞ്ഞ് കാണത്തക്ക രീതിയിൽ ദൈവത്തിന് നന്ദി കരയറ്റുന്നു. ഓക്കെ, എബ്രായർ 13:15 വരുമ്പോൾ ഈ സ്തോത്രയാഗത്തെ കുറിച്ച്, ഈ സാക്രിഫിഷ്യൽ താങ്ക്സ് ഗീവിങ്ങിനെ കുറിച്ച് എബ്രായർ 13:15 Hebrew chapter 13:15 എഴുതിയിട്ടുണ്ട്. അതുകൊണ്ട് അവൻ മുഖാന്തരം നാം ദൈവത്തിന് അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അധരഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. ഉറക്കെ പറഞ്ഞേ, സ്തോത്രയാഗം. Offer the sacrifice of praise. Sacrifice of praise. Thank you, Holy Spirit. Hallelujah. ഞാൻ ഇടവിടാതെ സ്തോത്രം പറയുമ്പോൾ, ഞാൻ ഇടവിടാതെ ദൈവത്തിന് നന്ദി കരയേറ്റുമ്പോൾ, ഞാൻ ആ സ്തോത്രയാഗം ദൈവത്തിന്റെ സന്നിധിയിൽ അർപ്പിക്കുമ്പോൾ, ആ സ്തോത്രയാഗത്തിലൂടെ എന്റെ ജീവിതം അനുഗ്രഹിക്കപ്പെടുകയാണ്. കാരണം വേദപുസ്തകത്തിൽ ആരും യാഗം കഴിച്ചത് ശപിക്കപ്പെടാനല്ല. വേദപുസ്തകത്തിൽ അബ്രഹാം യാഗം കഴിച്ചത് അനുഗ്രഹിക്കപ്പെടാനാണ്. ആലയത്തിൽ നടക്കുന്ന എല്ലാ യാഗങ്ങളും ജനത്തിന്റെ വിടുതലിനാണ്. ആലയത്തിൽ നടക്കുന്ന എല്ലാ യാഗങ്ങളും ജനത്തിന്റെ അനുഗ്രഹത്തിനാണ്. ക്രിസ്തു ക്രൂശിൽ യാഗമായത് മാനവകുലത്തിന്റെ മുഴുവൻ വിടുതലിന് വേണ്ടിയാണ്. അങ്ങനെയാണെങ്കിൽ എന്റെ അധരങ്ങൾ കൊണ്ട് അധര ഫലം എന്ന സ്തോത്രയാഗം ഞാൻ അർപ്പിക്കുമ്പോൾ, ഡെഫിനറ്റ്ലി ഐ ആം റിസീവിംഗ് ദ ബ്ലെസ്സിങ്സ് ഫ്രം ദ ലോർഡ് യാഹ്വേ. ഹല്ലേലൂയ. ഞാൻ വായ് പൂട്ടി ഇരിക്കുമ്പോൾ ഞാൻ ആ യാഗത്തിന്റെ ഭാഗമാകുന്നില്ല. ഞാൻ മിണ്ടാതെ ഇരിക്കുമ്പോൾ ഞാൻ ആ യാഗത്തിന്റെ ഭാഗമാകുന്നില്ല. Come on church, hallelujah. അതുകൊണ്ടാണ് വേദപുസ്തകം സങ്കീർത്തനം 50:5 Psalms 50:5 സങ്കീർത്തനം 50:5 ബൈബിൾ പറയുന്നത്, യാഗം കഴിച്ച് എന്നോട് നിയമം ചെയ്ത എന്റെ വിശുദ്ധന്മാരെ എന്റെ അടുക്കൽ കൂട്ടുവീ. Hallelujah. യാഗം കഴിച്ച് ദൈവത്തോട് ഉടമ്പടി ചെയ്ത, the Bible says those that have made a covenant with me by sacrifice. ഇന്ന് ഈ പകലിൽ ഈ ആരാധനാലയത്തിൽ യേശുവിന്റെ രക്തവുമായി ഉടമ്പടി ചെയ്ത എത്ര പേര് ഇതിനകത്തുണ്ട്? I am not a contract believer. I am a covenant man. ഞാനൊരു കോൺട്രാക്റ്റിൽ നിൽക്കുന്ന ആളല്ല, ഞാൻ കവനന്റിൽ നിൽക്കുന്ന ആളാ. എനിക്ക് വേണ്ടി ക്രിസ്തു ക്രൂശിൽ യാഗമായപ്പോൾ ആ യാഗത്തിൽ ഞാൻ എന്ന് വിശ്വസിച്ചോ, ആ യാഗം എന്ന് ഞാൻ വ്യക്തിപരമായി ഏറ്റെടുത്തോ, ആ രക്തം എന്നെ കഴുകിയോ, എനിക്ക് കിട്ടിയ പദവിയാണ്. അവൻ എന്നെ വിശുദ്ധ പദവിയിലേക്ക് നയിച്ചു. അങ്ങനെ യേശുവിന്റെ രക്തത്തിന്റെ യാഗത്താൽ വീണ്ടെടുക്കപ്പെട്ട ദൈവമക്കൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, ഒന്നിച്ച് കൂടി വന്നിട്ടുണ്ടെങ്കിൽ, ഇന്ന് ഇവിടെ ഇരുന്നു കൊണ്ട് the sacrifice of praise, അധരഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുക. Hebrews 13:15 says, continual offering of sacrifice of praise, the fruit of the lips is made unto the Lord. A person who offers a sacrifice, it brings a blessing. Any sacrifice which anyone had offered in the entire Bible, it has either brought a blessing or a deliverance. And if today, if you are offering praise offering unto the Lord, you are becoming a part of the sacrifice, and surely blessing will come upon you. You should open up your mouth and praise to the Lord so that a blessing will come upon you. And Psalm 50:5 says, gather unto me the saints who had made a sacrifice by an offering, a covenant by an offering. And if you have made a covenant, the Lord says you are purchased by the blood of Jesus, and that is a covenant made with the blood, and there surely is a blessing upon you. Hebrew chapter 13
Word 12 and 13, എബ്രായർ 13 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അങ്ങനെ യേശുവും സ്വന്തം രക്തത്താൽ ജനത്തെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിക്കൽ വെച്ച് പുറത്തു വെച്ച് കഷ്ടം അനുഭവിച്ചു. 13 വാക്യം പറഞ്ഞു, ആകയാൽ നാം അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കൽ ചെല്ലുക. 14 വാക്യം പറയുന്നു, ഇവിടെ നമുക്ക് നിലനിൽക്കുന്ന നഗരമില്ലല്ലോ, വരുവാനുള്ളതത്രേ നാം അന്വേഷിക്കുന്നത്. അതുകൊണ്ട് എന്തുകൊണ്ട് ഞാൻ ദൈവത്തിന് സ്തോത്രയാഗം അർപ്പിക്കുന്നു? എന്തുകൊണ്ട് the sacrificial offering ദൈവത്തിന് മുമ്പിൽ എക്സ്പ്രസീവ് ആകുന്നു? ചിലർ നിങ്ങളോട് ചോദിക്കത്തില്ല, നിങ്ങൾ ഇങ്ങനെ കിടന്ന് ശബ്ദം ഉണ്ടാക്കാൻ, ബഹളം ഉണ്ടാക്കാൻ, സ്തോത്രം പറയാൻ, ആരാധിക്കാൻ നിങ്ങൾക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോന്ന്? എന്തുകൊണ്ട് ഞാൻ സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുന്നു? കാരണം 12 വാക്യത്തിൽ പറയുന്നുണ്ട്, യേശു സ്വന്തം രക്തത്താൽ എന്നെ വിശുദ്ധീകരിക്കേണ്ടതിന് നഗരവാതിക്കൽ വെച്ച് അതിന്റെ പുറത്ത് വെച്ച് കഷ്ടം അനുഭവിച്ചു. 13 വാക്യത്തിൽ, ആകയാൽ അവന്റെ നിന്ന ചുമന്നുകൊണ്ട് പാളയത്തിന് പുറത്ത് അവന്റെ അടുക്കലേക്ക് ചെല്ലുക. 14 വാക്യം പറഞ്ഞു, ഇവിടെ നമുക്ക് നിലനിൽക്കുന്നത് നഗരമില്ല, വരാനുള്ളതാ നാം അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് ആരാധനാലയത്തിൽ നിങ്ങൾ ആയിരിക്കുമ്പോൾ ദൈവ മുഖാന്തിരം അവനെ ഏറ്റുപറയുന്ന, അവന്റെ നാമത്തെ വീണ്ടും നിങ്ങൾ ദൈവത്തെ പ്രൈസ് ചെയ്യുമ്പോൾ അവന്റെ നാമത്തെ ഏറ്റുപറയുന്ന അതര ഫലം എന്ന സ്തോത്രയാഗം ഇടവിടാതെ അർപ്പിക്കുക. എത്ര പേരുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നു? The backside and friends and everywhere. ദൈവത്തിന്റെ സന്നിധിയിൽ സാക്രിഫിഷ്യൽ ഓഫറിംഗ് ദൈവത്തിന്റെ മുൻപാകെ പ്രകടമാക്കുന്ന നിലകളിൽ ആ നന്ദി കരയറ്റുന്ന ഒരു അനുഭവം നിങ്ങൾക്കുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതം തകർന്ന് തരിപ്പണമാകേണ്ട ഏതോ ഒരു സാഹചര്യത്തിൽ ദൈവം നിങ്ങളെ വിടുവിച്ചതിനാൽ ആ ബോധ്യത്തിൽ നിങ്ങൾ അവന് നന്ദി കരയറ്റുന്നതാണ്. You understand me? ഞാൻ ഒന്നുകൂടെ പറയാം. എന്ന് വെച്ചാൽ I am expressing my love. എനിക്ക് എന്റെ കർത്താവിനോടുള്ള സ്നേഹത്തെ ഞാൻ എക്സ്പ്രസ് ചെയ്യുന്നു. ഒരിക്കൽ ഒരു യൂറോപ്യൻ തെരുവീതിയിൽ ഒരു മനുഷ്യൻ വളരെ സ്നോയുള്ള മഞ്ഞുള്ള സമയത്ത് താൻ തന്റെ വണ്ടി പാർക്ക് ചെയ്ത് തന്റെ വീട്ടിലോട്ട് കയറുമ്പം സ്ട്രീറ്റ് ലൈറ്റിന്റെ ചുവട്ടിൽ മഞ്ഞിങ്ങനെ കൂടിക്കിടക്കുകയാണ്. ആ സ്ട്രീറ്റ് ലൈറ്റിന്റെ ചുവട്ടിൽ ഒരു പട്ടിക്കുഞ്ഞിന്റെ, ഒരു നായ്ക്കുട്ടിയുടെ കരച്ചിലിന്റെ ശബ്ദം കേട്ടു. ഈ മനുഷ്യൻ ഓടിച്ചെന്ന് ആ മഞ്ഞ് വകഞ്ഞു മാറ്റി അകത്ത് നോക്കിയപ്പോൾ ഒരു നായ്ക്കുട്ടി, ഒരു നായ്ക്കുഞ്ഞ് അതിനകത്ത് പെട്ട് അതിന്റെ മേളിൽ മഞ്ഞ് വീണ് തണുത്ത ഓൾമോസ്റ്റ് അത് ചാകാറായി. ഈ മനുഷ്യൻ ആ മഞ്ഞ് തട്ടി മാറ്റി ആ നായ്ക്കുട്ടിയെ പുറത്തെടുത്ത് തന്റെ കോട്ടിനകത്ത് ഈ നായ്ക്കുട്ടിയെ കയറ്റി വെച്ച് അതിനെ റബ്ബ് ചെയ്ത് ചൂട് കൊടുത്ത് വണ്ടിക്കകത്ത് കയറ്റി ഇരുത്തി ഹീറ്റർ ഓൺ ചെയ്ത് അതിനെ ഒന്ന് സെറ്റിൽ ചെയ്ത് വീട്ടിനകത്ത് കൊണ്ട് കയറ്റി അതിന് പാലും അതിന് വേണ്ടുന്ന ഭക്ഷണവും കൊടുത്ത് അതിനെ ടേക്ക് കെയർ ചെയ്തു. 6 മാസം കഴിഞ്ഞ് ഇദ്ദേഹം ഇതുപോലെ അടുത്ത മഞ്ഞുള്ള സീസണിൽ വന്നപ്പോൾ, ഭയങ്കര മഞ്ഞ് പെയ്യുന്ന സമയത്ത് ഇദ്ദേഹത്തിന്റെ ലിവിംഗ് റൂമിൽ ജോലി കഴിഞ്ഞു വന്ന് തന്റെ സോഫയിൽ ഇരുന്ന് ഒരു കപ്പ് കോഫി കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അകത്ത് കളിച്ചുകൊണ്ട് നിന്ന നായ ഓടി യജമാനെ കണ്ടപ്പോൾ തന്നെ ഓടി വന്ന് വാലുമാട്ടി ആ പാദത്തിൽ തന്നെ കളിക്കുന്നു, നിൽക്കുന്നു, ആ പാദത്തിൽ കിടക്കുന്നു, നക്കുന്നു. എങ്ങനൊക്കെ അവന് കാണിക്കാൻ പറ്റും. ദാറ്റ് ഈസ് ടൗഡ. പ്രകടമായ നിലയിൽ ഞാൻ ചത്തുപോകേണ്ട സ്ഥാനത്ത്, ഞാൻ മരിച്ചു പോകേണ്ട സ്ഥാനത്ത്, ഞാൻ തകർന്നു പോകേണ്ട സ്ഥാനത്ത്, ഞാൻ നരകത്തിൽ പോകേണ്ട സ്ഥാനത്ത് എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ചെയ്തത്. Express visible thanks and adoration to God.
Thank you, Holy Spirit. How is expressing your praise and your thanksgiving in a visible manner. In a visible manner, people may ask you why you are making so much of noise. Why can't you sit quietly? But you can say, the Lord has delivered me from the darkest pit I was in, and because of that I cannot but I make the loud noise unto the Lord. As the pastor said, a man rescued a dog from the snow and he gave it shelter and food, and after 6 months the same dog is at the feet of the master expressing it loud. And today you can say that I was wretched, I was totally depraved, and the Lord came to me, rescued me from my pit, and I cannot but shout to the Lord and express my praise unto him. ഞാൻ ഒറ്റ ഉദാഹരണമേ എനിക്ക് നിങ്ങൾക്ക് മുമ്പിൽ വെക്കാം. നിങ്ങൾ അനുസരിക്കുക, ഏറ്റെടുക്കൂ. Yes. Because every Sunday you are getting a very powerful messages. You are writing the notes and listening lot of messages. നിങ്ങൾക്ക് ഒത്തിരി സന്ദേശങ്ങൾ, വചനങ്ങൾ, നല്ല ശുശ്രൂഷകൾ ഇവിടെ ലഭിക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ഇതെല്ലാം ഇങ്ങനെ കേട്ട് ഇങ്ങനെ വിടുവോ? ഞാൻ നിങ്ങൾ അനുഗ്രഹിക്കപ്പെടാനാ പറയുന്നത്. ക്രിസ്തു എനിക്ക് വേണ്ടി യാഗമായത് രഹസ്യമായിട്ടല്ല. ക്രിസ്തു എനിക്ക് വേണ്ടി, ലിസൺ ടു മീ, കർത്താവ് എനിക്കും നിങ്ങൾക്കും വേണ്ടി യാഗമായത് പരസ്യമായിട്ടാണെങ്കിൽ അവനെ ഏറ്റുപറയുന്ന അധര ഫലമെന്ന സ്തോത്രയാഗം നിനക്ക് എങ്ങനെയൊക്കെ വിളിച്ചു പറയാൻ, എങ്ങനെയൊക്കെ പ്രൈസ് ചെയ്യാൻ, എങ്ങനെയൊക്കെ സ്തുതിക്കാൻ കഴിയുമോ? Never ashamed that. Listen, ഞാനൊരു ഉദാഹരണം കാണിക്കാൻ പോവാ. ജഡ്ജസിന്റെ പുസ്തകത്തിലേക്ക്, ന്യായാധിപന്മാരുടെ പുസ്തകത്തിലേക്ക് വരുമ്പോൾ അതിന്റെ 6-ാം അധ്യായത്തിന്റെ 15-16 വാക്യത്തിൽ ഗിദെയോൻ ഒരു വാഗ്ദത്തം ലഭിക്കുകയാണ്. ഗിദെയോൻ ദൈവത്തോട് പറയുന്നു, അയ്യോ കർത്താവേ, വായിച്ചോ പാസ്റ്ററെ. അവൻ അവനോട്, അയ്യോ കർത്താവേ, ഞാൻ ഇസ്രായേലിനെ എങ്ങനെ രക്ഷിക്കും? മനശ്ശയിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമല്ലോ എന്ന് പറഞ്ഞു. ഇതായിരുന്നു ഗിദെയോന്റെ അവസ്ഥ. ഇതായിരുന്നു അന്നത്തെ ഇസ്രായേലിന്റെ അവസ്ഥ. മിദ്യാന്യ ശക്തികൾ അവരെ തകർത്തുകൊണ്ടിരിക്കുകയാണ്. ഗിദെയോൻ ദൈവത്തോട് പറയുന്നു, കർത്താവേ, ഞാൻ എങ്ങനെ ഇസ്രായേലിനെ രക്ഷിക്കും? മനശ്ശയിൽ എന്റെ കുലം എളിയതും എന്റെ കുടുംബത്തിൽ വെച്ച് ഞാൻ ചെറിയവനുമാ. 16-ാമത്തെ വാക്യം, യഹോവ അവനോട്, ഞാൻ നിന്നോട് കൂടെ ഇരിക്കും, നീ മിദ്യാന്യരെ ഒരു ഒറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കുമെന്ന് കൽപ്പിച്ചു. ഓക്കെ, 16-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ഗിദെയോന് ഒരു വാഗ്ദത്തം ലഭിക്കുകയാണ്. പ്രോമിസ് കിട്ടുകയാണ്. പറഞ്ഞേ, വാഗ്ദത്തം ലഭിച്ചു. അടുത്തിരിക്കുന്ന ആളെ തട്ടിയിട്ട് പറഞ്ഞേ, വാഗ്ദത്തം ഗിദെയോന് ലഭിച്ചു, വാഗ്ദത്തം നിനക്കും ഉണ്ട്. ആർ യു ലിസണിങ് മീ? ഇനി പല വാഗ്ദത്തവും എന്താ നടക്കാത്തേന്ന് ഞാൻ പറയാൻ പോവാ. എന്റെ ആത്മാവിൽ എനിക്കറിയാം, ഇന്ന് ദൈവത്തിന്റെ പ്രോമിസ് ഉള്ള ആരെങ്കിലും ഒരാൾ ഇതിനകത്ത് ഇരിപ്പുണ്ടെങ്കിൽ, ദൈവത്തിന്റെ ആത്മാവ് ആ പ്രോമിസ് ഇന്ന് നിങ്ങളിലേക്ക് റിലീസ് ചെയ്യുന്ന പകലായിരിക്കും. ഗിദെയോൻ ഇവിടെ ഒരു വാഗ്ദത്തം ലഭിച്ചു. നീ മിദ്യാന്യരെ ഒരൊറ്റ മനുഷ്യനെ പോലെ തോൽപ്പിക്കും, ഞാൻ നിന്റെ കൂടെ ഇരിക്കും. ഓക്കെ, വാഗ്ദത്തം ഇതുപോലെ ദൈവത്തിൽ നിന്ന് കേട്ടിട്ടുള്ള എത്ര പേരുണ്ട്? എന്നാൽ ഈ വാഗ്ദത്തം ഗിദെയോനിൽ നിറവേറാൻ, ഈ വാഗ്ദത്തം ഗിദെയോനിൽ സംഭവിക്കാൻ, അതിന്റെ 18, 19, 20, 21 വാക്യങ്ങൾ നോക്കിയേ. ഗിദെയോൻ ദൂതനോട് പറയുകയാണ്, ഞാൻ പോയി എന്റെ വഴിപാട് കൊണ്ടുവന്ന് നിന്റെ മുമ്പാകെ വെക്കുവോളം, until I come unto thee and bring forth my present and set it before thee. എന്റെ വഴിപാട്, എന്റെ ഓഫറിംഗ് ഞാൻ കൊണ്ടുവന്ന് നിന്റെ മുമ്പിൽ വെക്കുവോളം ദൈവത്തോട് പറയാണ്, ദൂതനോട് പറയാണ്, നീ ഇവിടുന്ന് പോകരുത്. Are you listening me? 19-ാമത്തെ വാക്യം, അങ്ങനെ ഗിദെയോൻ ചെന്നൊരു കോലാട്ടിൻ കുട്ടിയെയും, വായിക്കാം, ഒരു പറമാവ് കൊണ്ട് പുളിപ്പില്ലാത്ത വടകളെയും ഒരുക്കി, മാംസം ഒരു കൊട്ടയിൽ വെച്ച് ചാറ് ഒരു കിണ്ണത്തിൽ പകർന്ന് കരുവേലകത്തിന് കീഴെ കൊണ്ടുവന്ന് അവന്റെ മുമ്പിൽ വെച്ചു. ദൂത് പറഞ്ഞപ്പോൾ
എവിടുന്നാണോ വാഗ്ദത്തം കേട്ടത്, ആരാണോ ദൂത് പറഞ്ഞത്, ആ പ്രോമിസ് കൊടുത്ത ഏഞ്ചലിന്റെ മുൻപിൽ ഈ മനുഷ്യൻ വീട്ടിൽ പോയി ദൂതനോട് പറഞ്ഞു പോവല്ലെന്ന്. ദൂതൻ കേട്ട് പൊടിയും തട്ടി പോകുന്നവരുടെ ശ്രദ്ധയ്ക്കുള്ള ദൂതാണിത്. നിന്റെ മേളിൽ വീണ ദൂത് നടക്കണമെങ്കിൽ നിന്റെ ഭാഗത്തു നിന്ന് ചില പ്രവർത്തികൾ ഉണ്ടാവണം. മറിയത്തോട് ദൂതൻ പറഞ്ഞു, അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ വരും, പരിശുദ്ധാത്മാവിൽ നിന്റെ അകത്ത് വിശുദ്ധ പ്രജ ഉളവാകും, ലോകത്തിന്റെ രക്ഷകൻ നിന്നിൽ ജനിക്കും. ദൂതൻ കേട്ടിട്ട് ഓക്കെ, നോ, നിന്റെ വാക്കുപോലെ എനിക്ക് റെസ്പോണ്ടിങ്. Hallelujah. ദൂത് പറഞ്ഞ ദൂതനെ അവിടെ നിർത്തിയിട്ട് പുളിപ്പില്ലാത്ത വടയും മാംസവും കൊട്ടയിലും കിണ്ണത്തിലും എടുത്തുകൊണ്ടുവന്ന് കരികലത്തിന്റെ മുമ്പിൽ വെച്ചു. 20-ാമത്തെ വാക്യത്തിൽ പറയുന്നു, അപ്പോൾ ദൈവത്തിന്റെ ദൂതൻ അവനോട് മാംസവും പുളിപ്പില്ലാത്ത വടകളും എടുത്ത് ഈ പാറമേൽ വെച്ച് ചാർ അതിന്മേൽ ഒഴിക്കുക എന്ന് കൽപ്പിച്ചു. അവൻ അങ്ങനെ ചെയ്തു. യഹോവയുടെ ദൂതൻ കയ്യിലുള്ള വടിയുടെ അറ്റം കൊണ്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും തൊട്ടു. ഉടനെ പാറയിൽ നിന്ന് തീ പുറപ്പെട്ട് മാംസവും പുളിപ്പില്ലാത്ത വടയും ദഹിപ്പിച്ചു. നോക്കി, എപ്പോഴാണ് ഇത് സംഭവിച്ചത്? അവൻ അവന്റെ ഓഫറിംഗുമായി വന്നു. ലിസൺ, 21-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ യഹോവയുടെ ദൂതൻ അവന്റെ കണ്ണിന് മറഞ്ഞു. 23-24 വാക്യത്തിലേക്ക് വരണം. യഹോവ അവനോട്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കത്തില്ല. ആക്ച്വലി ഈ ദൂത വീഴണ്ടി. 24-ാമത്തെ വാക്യത്തിൽ നോക്കണം. ഗിദെയോൻ അവിടുന്ന് അവിടെ യഹോവയ്ക്ക് ഒരു യാഗപീഠം പണിത് അതിന് യഹോവ ശലോം എന്ന് പേരിട്ടു. ശലോം മീൻ പീസ്, സമാധാനം. ഹല്ലേലൂയ. 23-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, നിനക്ക് സമാധാനം, ഭയപ്പെടേണ്ട, നീ മരിക്കത്തില്ല. ഈ മനുഷ്യൻ മരിക്കാതെ ഇരുന്നെങ്കിലേ ഈ പറഞ്ഞ ദൂത് നടക്കുള്ളൂ. ബിക്കോസ് യുദ്ധം നടന്നുകൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ എന്റെ കൂടെ ഇല്ല, ഞാൻ കാനാവിലെ കല്യാണം പ്രസംഗിക്കാം, നിങ്ങൾ എന്റെ കമോൺ. യുദ്ധം നടക്കുകയാണ്. ഏത് സമയവും മരണം സംഭവിക്കാം. ഏത് സമയവും മിഥ്യാനിയർ ഗിദെയോനെ തീർക്കാം. ഗിദെയോനോട് ദൈവം പറഞ്ഞു, നീ എഴുന്നേൽക്കാം, നീ ഒറ്റ മനുഷ്യനെ പോലെ നിന്ന് മിഥ്യാനിയരെ തോൽപ്പിക്കും. ഓക്കെ, താങ്ക് യു സർ, ഗോഡ് ബ്ലെസ് യു, താങ്ക് യു പാസ്റ്റർ, ദൂതന് സ്തോത്രം, ഹല്ലേലൂയ. എനിക്ക് എന്നെ പാസ്റ്റർ ഒരു ദൂത് പറഞ്ഞാൽ നീ കേട്ടായിരുന്നു എന്നോടൊരു ദൂത് ഇങ്ങനെ? നോ, നെവർ. അവൻ ദൂതനോട് പറഞ്ഞു, ഇവിടെ നിക്ക്, പോകരുത്. I want to take the offering. I want to confirm it, this message. എന്റെ ഭാഗത്ത് നിന്ന് എനിക്ക് എന്തെങ്കിലും ചെയ്യണം. Listen. ഗിദെയോൻ അത് എടുത്തോണ്ട് വന്ന് ദൂതന്റെ മുമ്പിൽ വെച്ചു. ഉടനെ അടുത്ത ദൂത് അവന്റെ മേളിൽ വീഴുകയാണ്. നീ മരിക്കത്തില്ല, നീ ഭയപ്പെടണ്ട. നിന്റെ മേലുള്ള ദൂത്, നിന്റെ മേളിൽ പറഞ്ഞ പ്രവചനം കൺഫേംഡ് ആകുകയാണ്. Do something. Do something. Pastor Anish and all the ministers, do something. കൈ കൊടുത്ത് പറഞ്ഞേ, ആമീൻ. കേട്ടോണ്ടിരിക്കാതെ കേട്ടത് നടക്കാൻ എന്തേലും ചെയ്യാൻ പറ.
Thank you, Holy Spirit. Not everyone understanding this message. എല്ലാവർക്കും ഇത് മനസ്സിലാവത്തില്ല. അബ്രഹാം ദൈവത്തിന്റെ സന്നിധിയിൽ യാഗം കഴിച്ചു. ആക്ഷൻ ഓഫ് ഫെയ്ത്ത്. ഒരിക്കൽ താൻ കഴിച്ച യാഗത്തിനകത്ത് അല്പം ഉഴപ്പി. ആ ഉഴപ്പ് അബ്രഹാമിന്റെ ജീവിതത്തിൽ ഭയങ്കര വില കൊടുക്കേണ്ടി വന്നു. താങ്ക് യു ജീസസ്. എപ്പോഴെങ്കിലും കർത്താവ് നിങ്ങളോട് സംസാരിക്കുമ്പം റെസ്പോണ്ട് ഇറ്റ്, ഡു ഇറ്റ്. എന്റെ ആക്ഷനിലൂടെ, എന്റെ പ്രവൃത്തിയിലൂടെ ഞാൻ എന്തെങ്കിലും ചെയ്യണം. I had a great testimony. 37 വയസ്സായ ഒരു മകള് ന്യൂസിലൻഡിൽ. ആ മകളുടെ വിവാഹം നടക്കുന്നില്ല. 37 years ആയി. പെങ്കൊച്ച ഡോക്ടർ എന്ന് പറഞ്ഞാൽ ഈ കുഞ്ഞുങ്ങളുടെ പീഡിയാട്രീഷ്യൻ ഡോക്ടറാ. ന്യൂസിലൻഡിൽ വർക്ക് ചെയ്യുക. നല്ല ഫാമിലി, മാരേജ് നടക്കുന്നില്ല. ഈ സമയത്ത് അവർ ഫോണിലൂടെ വിളിച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് അവരോട് പറഞ്ഞു, 2024 ഓഗസ്റ്റ് മാസം 10-ാം തീയതിക്കകം നിങ്ങളുടെ മകളുടെ വിവാഹം നടക്കും. ഈ മനുഷ്യൻ അവിടുത്തെ ഒരു ഇംഗ്ലീഷ് ചർച്ചിൽ പോകുന്ന ആളാ. താങ്ക് യു ജീസസ് ഫോർ ദാറ്റ്. ഈ മനുഷ്യൻ പറഞ്ഞു, പാസ്റ്ററെ, വിവാഹം നടത്താൻ നിവൃത്തിയില്ലാത്ത ഏതെങ്കിലും ഒരാളുടെ കേസ് പാസ്റ്റർ മുമ്പിൽ വരുവാണെങ്കിൽ പാസ്റ്റർ എനിക്ക് ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് തരണം. ഇത് പുള്ളി പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞപ്പോൾ എന്റെ മുമ്പിൽ അങ്ങനെ ഒരു അവസരം വന്നു. ഡയറക്ട്ലി ആ വ്യക്തിയുടെ ഡീറ്റെയിൽസ് ഞാൻ ആ വ്യക്തിക്ക് കൊടുത്തു. ഡയറക്ട്ലി കൊടുത്തു. ആ വ്യക്തിക്ക് കല്യാണത്തിന് വേണ്ട പൈസ ആ മനുഷ്യൻ ഈ തൂത് കേട്ട് ആ തൂതിന്റെ മേലൊരു ആക്ഷൻ എടുക്കുക. ലിസൺ ടു മീ. പുള്ളി അയച്ചു കൊടുത്തു. ഈ ഓഗസ്റ്റ് മാസം 5-ാം തീയതി അയാളുടെ മോടെ കല്യാണം. ഞാൻ ഈ പ്രാവശ്യം UK പോയപ്പോൾ അവിടെ ഉള്ളവരെല്ലാം എന്നെ വാച്ച് ചെയ്യുന്നുണ്ട്. ലൈവാണ്. Many people are delivered, especially prophetic ministry. ഭയങ്കര അമേസിംഗ് ആയിട്ട് ദൈവം ഉപയോഗിച്ച്. ചിലരുടെ കേസുകളൊക്കെ കർത്താവ് പിടിക്കുമ്പോ എനിക്കറിയാം അവരുടെ പ്രതികരണത്തിന്റെ മുമ്പിൽ, അവരുടെ ആക്ഷന്റെ മുമ്പിൽ, ആ തൂത് കേൾക്കുന്നവന്റെ ആറ്റിറ്റ്യൂഡിന്റെ മുമ്പിൽ സ്വർഗം ചലിക്കുമെന്ന് എനിക്കറിയാം. നമ്മുടെ ചർച്ചിന് ലാൻഡ് മേടിക്കുന്നതിന് മുമ്പ് എന്റെ അടുത്ത് വളരെ പ്രസിദ്ധനായ ഒരു ദൈവ മനുഷ്യൻ, നമ്മുടെ ചർച്ചിന് 5 കിലോമീറ്റർ റേഡിയൻസിൽ, ഇപ്പോൾ നിൽക്കുന്നിടത്ത് 5 കിലോമീറ്റർ റേഡിയൻസിനകത്ത് ഇത്ര മാസത്തിനകം നിങ്ങൾക്കൊരു ലാൻഡ് ദൈവം തരും എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ അതിന് ഏകദേശം ചില മാസങ്ങൾക്ക് മുമ്പ് ഇവിടെ വന്ന് ദൈവവചനം പഠിപ്പിച്ച
വളരെ പ്രസിദ്ധനായ ഒരു ദൈവ മനുഷ്യൻ. നിങ്ങൾ അതിനുവേണ്ടി പ്രാർത്ഥിക്കണം. പെട്ടെന്ന് ഞാനിത് ഓർത്തു. നമുക്ക് ദൂതേ കിട്ടിയിട്ടുള്ളൂ, പൈസ നമ്മുടെ കയ്യിലില്ല. പക്ഷെ അന്നെങ്ങാണ്ട് അത്രയും പൈസയെ ഒരു തുച്ഛമായ എമൗണ്ട് അക്കൗണ്ടിൽ ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ പറഞ്ഞു അതിൽ കിടക്കുന്ന മുഴുവൻ പൈസയും ആ പാസ്റ്ററിന്റെ ചർച്ച് ഹോള് പണിയാൻ അയച്ചു കൊടുക്കാൻ പറഞ്ഞു. Yes. Amen. നിങ്ങൾക്കറിയാവോ, 1 രൂപ ലോൺ എടുക്കാതെ ആ മനുഷ്യൻ മേടിച്ചതിന്റെ 20 ഇരട്ടി വലിപ്പത്തിൽ. God provided. നിന്റെ ആരാധനയും നിന്റെ വിശ്വാസവും ദൈവത്തിന്റെ മുമ്പിൽ പ്രകടമാക്കുക. Listen, Pastor. Listen. Thank you, Holy Spirit of the Lord. Thank you, Holy Spirit of the Lord. എനിക്കറിയാം അങ്ങനെയുള്ളവരെ. ഇന്ന് അമ്മയുടെ മകൻ സൗഖ്യമായി. അമ്മ ഈ സ്റ്റേജിൽ വന്ന് 3 തവണ എടുത്തു പറഞ്ഞൊരു വേർഡുണ്ട്. നിങ്ങൾ കേട്ടോന്ന് അറിയത്തില്ല. 1 തവണ നിങ്ങൾ കേട്ടു, 2 തവണ അല്ലാതെ ഞാൻ കേട്ടു. പക്ഷെ പ്രാർത്ഥിക്കണം, എന്റെ മോൻ, എന്റെ കുഞ്ഞ്, അവൻ കർത്താവിന്റെ വേലയ്ക്കുള്ളതാണ്. നിന്നെ സൗഖ്യമാക്കിയെങ്കിൽ നിന്റെ ശരീരം നീ കർത്താവിന് കൊടുക്കണം. നിന്നെ സാമ്പത്തികമായി അനുഗ്രഹിച്ചെങ്കിൽ നിന്റെ ഫൈനാൻസ് നീ ഷോ ചെയ്യണം. Thank you, Holy Spirit. ഗിദെയോൻ ദൂതനോട് പറഞ്ഞു, പാസ്റ്റർ, ദൂതനോട് പറഞ്ഞു പോവല്ലേ. ദൂത് പറഞ്ഞ ആളോട് പോലെ. വെയിറ്റ്. ഞാനൊരു ഓഫറിംഗ് എടുത്തോണ്ട് വരട്ടെ. ഓഫറിംഗുമായി ഗിദെയോൻ എത്തിയപ്പോൾ ദൂതൻ പറഞ്ഞു, നിന്നോട് പറഞ്ഞ ദൂത് കൺഫേം ആകുകയാണ്. നീ ഭയപ്പെടേണ്ട, നീ മരിക്കയില്ല. Thank you, Jesus. കൈ കൊടുത്ത് പറഞ്ഞ്, അനുഗ്രഹം സൂത്രത്തിലൂടെ ഒപ്പിക്കുന്നല്ലെന്ന് പറഞ്ഞ് അനുഗ്രഹം സൂത്ര വഴിയിലൂടെ ഒപ്പിക്കുന്നതല്ലെന്ന് പറഞ്ഞ് ഇപ്പുറത്തിരിക്കുന്ന ആളോട് പറഞ്ഞ്, അനുഗ്രഹം അടിച്ചോണ്ട് പോകാൻ പറ്റുന്നതല്ലെന്ന് പറഞ്ഞ്. Hey. Thank you, Jesus. Deuteronomy chapter 16, verse 16 and 17. 16 and 17. ആവർത്തനം 16, 17. നിന്റെ ദൈവമായ യഹോവ തിരഞ്ഞെടുക്കുന്ന സ്ഥലത്ത് നിന്റെ ആണുങ്ങളൊക്കെയും പുളിപ്പില്ലാത്ത അപ്പത്തിന്റെ പെരുന്നാളിലും, സ്പീഡിൽ വായിക്കണേ പാസ്റ്റർ, വാരോത്സവത്തിലും കൂടാര പെരുന്നാളിലും ഇങ്ങനെ സംവത്സരത്തിൽ 3 പ്രാവശ്യം അവന്റെ സന്നിധിയിൽ വരണം. എന്നാൽ യഹോവയുടെ സന്നിധിയിൽ വെറും കൈയായി വരരുത്. കൈ കൊടുത്ത് പറഞ്ഞ്, ദൈവ സന്നിധിയിൽ വെറും കൈയായി വരില്ല. വെയിറ്റ്. നമുക്ക് ഏറ്റവും ഇഷ്ടം വെറും കൈയായി ഞാൻ കടന്നു വന്നേ, 2 കൂട്ടങ്ങൾ നീ എനിക്ക്. We love it. നമുക്ക് അത് പറയാനാ ഇഷ്ടം. പക്ഷെ ബൈബിൾ പറയുന്നു, നിന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ നീ ഒരുക്കി വെച്ചത് എടുത്തോണ്ട് വരണം. That is your offering. That is your tithe. Yes. എന്തുവാകട്ടെ.
എന്ത് സംഭവിക്കുന്നു? 17-ാം വാക്യം. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തന്നിട്ടുള്ള അനുഗ്രഹത്തിന് തക്കവണ്ണം ഓരോരുത്തൻ താന്റെ പ്രാപ്തി പോലെ കൊണ്ടുവരണം. വരണം. Thank you, Holy Spirit. Hallelujah. Translate it, Pastor. അവരൊന്ന് റിലാക്സ് ആകട്ടെ. ട്രാൻസ്ലേറ്റ്. Thank you, Holy Spirit. Judges 6:15 to 16, we find how Gideon is an example of how he responded to the Lord when he was given a promise. Gideon got a promise that he was so small and insignificant, but the Lord told him, you will defeat the Midianites like one man. And what happened was, just before the angel was about to disappear, he said, please don't go until and unless I make an offering, a sacrifice before you. And Gideon gave a sacrifice, offered a sacrifice, and what happened was, fire came down from heaven and consumed everything. And today the Lord is saying, you have heard so much of promises. For the Lord to ratify your promise, to make that promise to be fulfilled, you need to offer something to the Lord. As the beloved apostle said, Mary heard a promise, but she responded to the Lord. What the Lord is saying, you should respond to the Lord. Maybe by offering yourself to the Lord, maybe your finances, maybe breaking forth in promises. As the pastor said, promises will come to pass, and you cannot snatch away simply a promise. And Deuteronomy says like this, Deuteronomy 16 and 17, you should not come to the presence of the Lord empty-handed. Today the Lord has given much things in your hand, and the Lord is saying you should offer something in the presence of the Lord. Thank you, Holy Spirit. Amen. Thank you, Holy Spirit. Lift your hand and thank you, Holy Spirit. Thank you, Holy Spirit. Amen. 116-ാം സങ്കീർത്തനം വേർഡ് 16, 17, 18, 19. 17-19 ഇമ്പോർട്ടന്റ്. 16-ാമത്തെ വാക്യത്തിൽ പറയുന്നു, 116-16, യഹോവേ ഞാൻ നിന്റെ ദാസനാകുന്നു, നിന്റെ ദാസനും നിന്റെ ദാസിയുടെ മകനും തന്നെ, നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുന്നു. എത്ര പേർക്ക് ഉറപ്പുണ്ട്? നീ എന്റെ ബന്ധനങ്ങളെ. ഓക്കെ, ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച്. അടുത്തിരിക്കുന്ന ആളോട് കൈ കൊടുത്ത് പറഞ്ഞ, ബന്ധനം അഴിഞ്ഞവൻ സ്തോത്രയാഗം അർപ്പിക്കും. Say to your neighbor, 2-3 people, ബന്ധനം അഴിഞ്ഞവൻ, ബന്ധനമഴിഞ്ഞവൾ, നീ എന്റെ ബന്ധനങ്ങളെ അഴിച്ചതിനാൽ, read it, ഞാൻ നിനക്ക് സ്തോത്രയാഗം കഴിച്ച്, ഞാൻ നിനക്ക് സ്തോത്രയാഗം അർപ്പിക്കും. ബന്ധനം അഴിഞ്ഞവൻ സ്തോത്രം പറഞ്ഞാൽ മതി. ചിലര് ചോദിക്കുന്നില്ല, നീ എന്തോ ഇങ്ങനെ ഭയങ്കര സ്തോത്രക്കാരൻ, ഭയങ്കര സ്തോത്രം പറഞ്ഞുകൊണ്ട് നടക്കുന്ന. എന്റെ ബന്ധനം കർത്താവ് അഴിച്ചതുകൊണ്ട്, എന്റെ ബന്ധനത്തെ ദൈവം അഴിച്ചതുകൊണ്ട് ഞാൻ നിനക്ക് സ്തോത്രയാഗത്തെ അർപ്പിക്കും. 18-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയുടെ ആലയത്തിന്റെ പ്രാകാരങ്ങളിലും യെരൂശലേമിലെ നിന്റെ നടുവിലും ഞാൻ യഹോവയ്ക്ക് എന്റെ നേർച്ചകളെ സകല ജനവും. എന്തോ ചൗഡ എന്ന വാക്കിന്റെ അർത്ഥം? ചൗഡ എന്ന വാക്കിന്റെ അർത്ഥം എന്നാ? വിസിബിൾ ഓഫറിംഗ്. എല്ലാരും കാണുക. എനിക്കത് നാണക്കേടൊന്നുമില്ല, എനിക്ക് സ്തുതിക്കാൻ നാണക്കേടില്ലെന്ന് എത്ര പേര് പറയും? അത് കേട്ടിട്ട് അങ്ങനെയാണല്ലോ. എനിക്ക് ഐ ഡോണ്ട് കെയർ. ഞാൻ ഹല്ലേലൂയ പറയും, ചിലപ്പോ ഡാൻസ് ചെയ്യും, ചിലപ്പോ എനിക്കതിലൊരു നാണക്കേടില്ല. എന്റെ ദൈവത്തിന്റെ സന്നിധിയിൽ എനിക്ക് സകല ജനവും കാണുക, ഞാനത് ചെയ്യും. കാരണം അവൻ എന്റെ ബന്ധനങ്ങളെ അഴിച്ചിരിക്കുകയാൽ അവൻ എന്റെ ബന്ധനങ്ങളെ. I don't care. The Chauda mean express visible thanks or expressing adoration to God. Word 19, എന്റെ ഓഫറിങ്ങിനെ, എന്റെ സ്തുതികളെ, എന്റെ ആരാധനയെ ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നേർന്നതിനെ സകല ജനവും കാണുക, ഞാൻ ദൈവത്തെ സ്തുതിക്കും. Oh, I thank you, Holy Spirit. Because
സ്തുതിക്കുക എന്ന് പറയുന്നത് ഇസ് എ ബോംബ്. ഞാൻ എല്ലാവരോടും പറയാം, എന്നെ നോക്കുന്നുണ്ടോ? ഞാനിപ്പോ കുറച്ചു നേരം ഇവിടെ പ്രൈസ് ചെയ്യാൻ തുടങ്ങിയാൽ ഇപ്പൊ ഇവിടെ ഭൂതങ്ങൾ ഇളകാൻ തുടങ്ങും. ഡെഫിനറ്റ്ലി കുറച്ചു നേരം നമ്മൾ സ്പിരിറ്റ് ഫിൽഡ് ആയി ഇപ്പൊ ആരാധിക്കാൻ തുടങ്ങിയാൽ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ ഇപ്പൊ ചേഞ്ച് ആവും. ഞാൻ ഇവിടെ നിൽക്കുമ്പോൾ തന്നെ ഗോഡ് ഈസ് റിവീലിംഗ്. എനിക്ക് കർത്താവ് ഒരുപാട് പേരുടെ കാര്യങ്ങൾ വെളിപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്, എല്ലാം ഡൗൺലോഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഐ എം കമ്മിങ്. Praise is very powerful. നിനക്ക് വാ തുറന്ന് ശരിക്കും കർത്താവിനെ സ്തുതിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നിന്നെ ഒരു ശക്തിക്കും പരാജയപ്പെടുത്താൻ പറ്റില്ല. I'm telling you because ഇപ്പോ ഇതിനകത്ത് ഇരിക്കുമ്പം നിനക്ക് പഴയതുപോലെ നീ സ്തുതിക്കുന്നില്ലെങ്കിൽ, നിനക്ക് വാ തുറക്കാൻ പറ്റുന്നില്ലെങ്കിൽ, നീ എവിടൊക്കെയോ അടിച്ചുപോയി എന്നാണ് അതിന്റെ അർത്ഥം. ഇന്ന് പകൽ നീ തിരിച്ചു വരാൻ കർത്താവ് നിന്നെ അറിയിക്കുക. I'm telling you. That's why Judges chapter 20 word 18. Joy sir, can you please translate this message? What I preached. Thank you, Holy Spirit. 116 to 19 it says like this: you have loosed my bonds and I will offer a sacrifice. And people may ask you why you are making so much of noise. You can say that the Lord who has delivered me from that pit, I cannot but praise him and show my adoration, visible adoration to him. Verse 18 says, in front of all people I am not ashamed of people. Even if the people around me, they are looking at me, they may mock me, but still I will praise the Lord who delivered me from my pit. Yeah. Praising God is like a bomb. It has so much of power, and if you like to praise the Lord, you should do it at the top of your voice and with your full strength. ന്യായാധിപന്മാരുടെ പുസ്തകം 20-ാം അധ്യായം 18-ാം വാക്യത്തിൽ ഇസ്രായേൽ മക്കൾ പുറപ്പെട്ട് ബഥേലിൽ ചെന്നിട്ട് ബെന്യാമീനരോട് പടവെട്ടാൻ ഞങ്ങളിൽ ആര് മുൻപേ പോകണമെന്ന് ചോദിച്ചപ്പോ ദൈവം പറയുകയാണ്, യഹൂദ മുൻപേ പോകട്ടെ. യഹൂദ ഈ യുദ്ധത്തിന്റെ മുമ്പിൽ നിൽക്കട്ടെ. What's the meaning of Judah? What's the meaning of Judah? The Judah mean praise. The Judah mean praise. സ്തുതിക്കുന്നവൻ യുദ്ധത്തിന് മുമ്പിൽ നിൽക്കട്ടെ. The Judah mean praise. Yes. Listen. All the people are honoring the men of God and all the ministers of gospel. But I saw many times the people are dishonoring the worship team. But I really honor you, my children, more than the men of God, more than the servant of gospel. I honor you because you are doing the great job. സാധാരണ ഒരു പാസ്റ്ററെ നമുക്ക് ഭയങ്കര ബഹുമാനമാണ്, ഒരു വലിയ ദൈവദാസനോട് റെസ്പെക്റ്റ്. പക്ഷെ പല കൺവെൻഷനുകൾക്ക് മീറ്റിങ്ങുകൾക്ക് ചെല്ലുമ്പോൾ ഈ വർഷിപ്പ് ലീഡ് ചെയ്യുന്ന കുഞ്ഞുങ്ങളെ, ആരാധനയ്ക്ക് നേതൃത്വം കൊടുക്കുന്നവർക്ക് ഒരു പരിഗണന അവർ കൊടുക്കുന്നത് പലയിടത്തും കണ്ടിട്ടില്ല. പക്ഷെ ദൈവം പറഞ്ഞത് അപ്പോസ്തലൻ മുമ്പിൽ നിൽക്കാനല്ല, പ്രവാചകൻ മുമ്പിൽ നിൽക്കാനല്ല. Who is praising the Lord? Because that ministry is great. Your ministry is great. You are doing the great job in the kingdom of God. Listen. എന്താണ് യഹൂദയുടെ പ്രത്യേകത? യഹൂദ എന്തുകൊണ്ടാണ് മുമ്പിൽ നിൽക്കണമെന്ന് പറഞ്ഞ് ദൈവം ഈ ജെനസിസ് ചാപ്റ്റർ 49 ഉൽപ്പത്തി 49
8, 9, 10 വാക്യങ്ങൾ. Are you ready? നിങ്ങൾ എന്റെ കൂടെ ഉണ്ടോ? യഹൂദേ, സഹോദരന്മാരെ, Judah. What is the meaning of Judah? Praise. സ്തുതിക്കുന്നവൻ. യഹൂദേ, സ്തുതിക്കുന്നവനെ, ദൈവത്തെ ആരാധിക്കുന്നവനെ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. സ്തുതിക്കുന്നവനെ, നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും. Come on, shoutfully. Make praise the Lord Jesus. ഇതിനകത്തിരുന്ന് വാ തുറന്ന് ദൈവത്തെ സ്തുതിക്കുമ്പോൾ നിന്നെ ശ്വാസം മുട്ടിക്കുന്നതിന്റെ കഴുത്തിൽ നീ ഇന്ന് പകൽ കയറി പിടിക്കുക. Praise, praise, worship Him. Listen. യഹൂദേ, സഹോദരന്മാർ നിന്നെ പുകഴ്ത്തും. നിന്റെ കൈ ശത്രുക്കളുടെ കഴുത്തിലിരിക്കും. The next word is important. Word 9. യഹൂദ ഒരു ബാലസിംഹം. സ്തുതിക്കുന്നവൻ പൂച്ചയല്ല. Praise. Praise. Judah. Judah. Hey. Listen. Judah. You are not a cat. You are not a baby puppy. You are the lion. Yes. Holy Spirit. You are the lion. Hey. Amen. We receive. നീര പിടിച്ച് കയറും. ഇന്ന് ഈ ആലയത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നവനുള്ള മുഴുവൻ ഇരകളും അവന് വരും. Judah. Judah. Shayana na 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 mama mama. Labrakata bayalohos. Sound, sound. Acts chapter 16, അപ്പോസ്തല പ്രവൃത്തി 16 പൗലോസും ശീലാസും they are in jail. അവർ കാരാഗൃഹത്തിലായിരുന്നു. ജയിലർ, കാരാഗൃഹ പ്രമാണി കാരാഗൃഹം കാത്തുകൊണ്ടിരുന്നു. പക്ഷെ അർദ്ധരാത്രിയിൽ അവർ പാടി സ്തുതിച്ചു. ചൗഡ. അവരുടെ ആരാധന എക്സ്പ്രസീവ് ആയിരുന്നു. ചൗഡ.
Shayatana Mayalaha. Rikananananana. Shayantamanio. They expressed their own love. പൗലോസും ശീലാസും കാരാഗൃഹത്തിൽ പാടി സ്തുതിച്ചു. That is a sacrificial praise. Because അവരുടെ കാലാമത്തില, കൈ ചെങ്ങലയാ. അവരിപ്പോൾ വാത്തുറന്ന് സ്തുതിക്കുന്നതിനകത്തൊരു സാക്രിഫിഷ്യൽ ഉണ്ട്. പക്ഷേ that is stowed up. പരസ്യമായി, വിസിബിളായി, തടവുകാർക്ക് കേൾക്കാൻ കഴിയുന്ന നിലയിൽ അവർ പാടി സ്തുതിച്ചു. 26, 27 വാക്യം പറയുന്നു, പെട്ടെന്ന് കാരാഗ്രഹത്തിന്റെ അടിസ്ഥാനം കുലുങ്ങി, വാതിലൊക്കെ തുറന്നുപോയി. Your praise, your sacrificial praise, Tauda, it is powerful, more than any weapon in this world, more than a machine gun, more than a bomb, more than a missile. Hey, today is a deliverance day. ഇന്ന് അത്ഭുതത്തിന്റെ പകലായി മാറാൻ പോവാ. Listen. ചെങ്ങല അഴിയാനല്ല അവർ പാടിയത്. പക്ഷെ അവർക്കറിയാം ദൈവത്തിന്റെ സന്നിധിയിൽ കൊടുക്കേണ്ട ആരാധന കൊടുത്താൽ എന്നും കൈ ചെങ്ങലയിലായിരിക്കത്തില്ലെന്നറിയാം. Listen. നിങ്ങൾക്ക് ആളുകളോട് ദേഷ്യപ്പെടാൻ അറിയാം, ചീത്ത പറയാൻ അറിയാം, ഒരു കാര്യം കിട്ടിയില്ല വാ തുറന്ന് അലയ്ക്കാൻ അറിയാം, പിണങ്ങാൻ അറിയാം, ദേഷ്യം കാണിക്കാൻ അറിയാം, വഴക്ക് കാണിക്കാൻ അറിയാം, മുഖം വീർപ്പിച്ച് കാണിക്കാൻ അറിയാം. ഈ ഭാവഭേദങ്ങളൊക്കെ നിങ്ങൾക്കറിയാം. പക്ഷെ നിനക്കൊന്ന് വാ തുറന്ന് സ്തുതിക്കാൻ എന്താ പറ്റാത്തെ? നീ അതിനെക്കുറിച്ച് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം നീ വാ തുറന്ന് സ്തുതിച്ചാൽ നിന്റെ ചരിത്രം മാറുമെന്നറിയാം. Listen. Wait. Judah, Yehuda, you are a liar. You are not a cat or a pussy cat, not a puppy. Who is praising the Lord? Who is praising the Lord? He is liar. In the kingdom of the Lord. അവൻ ഇര പിടിച്ച് കയറും. അവനിപ്പോ സ്തുതിച്ചോണ്ടിരിക്കുന്ന, നിനക്കൊന്നും വേറെ പണിയില്ലേ? ഈ കൈകൊട്ടാനും പാടാനും പോയിട്ട് എന്നാ കിട്ടാനാ എന്ന് ചോദിച്ചവൻ കാണും. നീ ഇര പിടിച്ച് കയറുന്നത് Thank you, Holy Spirit. Wait. പത്ത് പേരെ ഉള്ളെങ്കിലും ഞാൻ പ്രസംഗിക്കും. Anybody want to go? No problem. You can go. No problem. Because ഈ അന്തരീക്ഷം ദൈവശക്തിയാൽ നിറഞ്ഞിരിക്കുക. എനിക്ക് എന്റെ കർത്താവിനോടുള്ള സ്നേഹം അത് കാരാഗ്രഹത്തിലും ഞാൻ വെളിപ്പെടുത്തും. ദാവീദ് പറയുന്നു, അത് സകല ജനവും കാണുക ഞാൻ അർപ്പിക്കും. The second
position of worship. The second thing is Barak. Can you please say that word, Barak? Please translate it, Pastor, what I preach now. ഇത് റിജോയ്സ് ആറ് പറയുമ്പം അത്യാവശ്യമുള്ളവർക്ക് പോകാം. ഞാൻ എന്തായാലും ഒരു 15 മിനിറ്റ് കൂടെ മെസ്സേജ് എടുക്കും. ഐ വാണ്ട് ടു ക്ലോസ് ഇറ്റ്. 2 പോയിന്റ്സ് എങ്കിലും എനിക്ക് പറയണം. ഞാൻ പറയുന്നത് നിങ്ങൾക്ക് അനുഗ്രഹമാവുന്നുണ്ടോ? Judges chapter 20 verse 18, when the Lord is giving instruction regarding the warfare, the Lord says, let Judah go ahead in the warfare. And as beloved apostle said, if you are in the spiritual warfare, you should praise the Lord. Judah means I will praise Yahweh, I will praise the Lord. And the person who is powerful, a person who is a triumphant in the warfare, in the spiritual warfare, is not the person who sits with closed mouth, but the person who shouts praises to the Lord, through the Lord. That person will be powerful in the spiritual warfare. The praise which the Lord has given at the tip of your tongue, that is powerful than dynamite. You should praise the Lord. Godly men and spiritual men, godly men who are in the worship team, we should respect such people, because the people who are at the forefront of the spiritual warfare, they are the worshippers, the true genuine worship leaders. Genesis 49 verse 8. Today when you praise the Lord, what happens is the Lord says those things which are suffocating you, the Lord will send his angel and he will catch and clutch at the neck of those problems which are suffocating you. Worshipper is not a kitten, is not a cat. Worshipper, a person who worships the Lord, he is a roaring lion. And today the Lord will show that to people. Lift your hands, please. I am hearing a voice from the Lord. നമ്മുടെ സംസ്ഥാനത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. നമ്മുടെ രാജ്യത്തിന് വേണ്ടി ഒന്ന് പ്രാർത്ഥിച്ചേ. ഈ നമ്മുടെ ന്യൂ ഇയർ സർവീസിൽ പരിശുദ്ധാത്മാ പറഞ്ഞ ഓരോ വാക്കുകളും സഭയോടുള്ള ബന്ധത്തിൽ, വിശ്വസിക്കുന്നവരോടുള്ള ബന്ധത്തിൽ കർത്താവ് ചെയ്തുകൊണ്ടിരിക്കുന്നു. I am hearing the voice, pray for your state. കർത്താവ് നമ്മളോട് പറഞ്ഞു, ഇങ്ങനെ വായുവിലൂടെ ഒക്കെ പടർന്നു പിടിക്കുന്ന മാരകമായ വൈറസിന്റെ ബാക്ടീരിയൽ ആൻഡ് വൈറസ് അറ്റാക്കുകൾ ഉണ്ടാകും. സംഭവിക്കാതിരിക്കട്ടെ. ഞാൻ വീണ്ടും എൻ്റെ കാതിൽ ഈ ലോകം, ഈ സമൂഹം വീണ്ടും ചില ലോക്ക്ഡൗണുകളിലേക്ക് പോകുന്ന സാഹചര്യങ്ങൾ ദേശത്തിന്റെ മുൻപിലുണ്ട്, ലോകത്തിന്റെ മുമ്പിലുണ്ട് എന്ന് ഈ ജൂലൈ മാസം 2024 ഈ ഞായറാഴ്ച കർത്താവ് അറിയിക്കുക. നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ കർത്താവ് അതിലൊരു വ്യത്യാസത്തെ കൊണ്ടുവരും. Thank you, Holy Spirit. Father, we pray for our state in the name of Jesus. We pray for our country in the name of Jesus. I bless our people, Lord. ഞങ്ങളുടെ ജനത്തെ അനുഗ്രഹിക്കുന്നു യേശുവിന്റെ നാമത്തിൽ തന്നെ. ഓക്കെ, കർത്താവ് പെട്ടെന്ന് അങ്ങനെ ഒരു ഗൈഡൻസ് തന്നു, ഞാനത് ചെയ്തു. ഓക്കെ, ബറാക്ക് മീൻ സബ്മിഷൻ. ആരാധനയിൽ ഒന്നാമത് ടൗഡ പരസ്യമായി, എക്സ്പ്രസീവായി എൻ്റെ കർത്താവിൻ്റെ മുമ്പിൽ ഞാൻ നന്ദി കരയറ്റുന്നു. എൻ്റെ സാക്രിഫിഷ്യൽ ഓഫറിങ്ങുകൾ ഞാൻ അവൻ അർപ്പിക്കുന്നു. Barak, to kneel down to bless God as an act of adoration. ഒറ്റ വാക്കിൽ പറഞ്ഞാൽ വാഴ്ത്തുക. ഈ പ്രൈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തെ പ്രൈസ്, സ്തുതിക്കുക അല്ലെ? ഇത് വാഴ്ത്തുക. വാഴ്ത്തുക എന്നുള്ളതിന്
എബ്രായ ഭാഷയിൽ കൊടുത്തിരിക്കുന്ന വേർഡ് ബറാക്ക് എന്നാണ്. വാഴ്ത്തുക. വാഴ്ത്തുന്നതും സ്തുതിക്കുന്നതും രണ്ടും രണ്ടാണ്. ഹല്ലേലൂയ. വാഴ്ത്തുക എന്ന് പറഞ്ഞാൽ അത് എങ്ങനെയാ നിങ്ങൾക്ക് എനിക്ക് മനസ്സിലാക്കി തരേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ല. എങ്കിലും സാംസ് 34 വേർഡ് 1 ഇനി പെട്ടെന്ന് വായിച്ചു പോണം. സങ്കീർത്തനം 34:1. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അപ്പോ നിങ്ങൾക്ക് അവിടെ രണ്ട് വേർഡ് കാണാം. സ്തുതി എന്ന വാക്കിന് പ്രൈസ് എന്ന വേർഡും, വാഴ്ത്തുക എന്ന വാക്കിന് ബ്ലസ് എന്ന വേർഡും കാണാം. ഹലോ, ഐ വിൽ ബ്ലസ് ദ ലോർഡ്. നമ്മൾ മലയാളത്തിൽ ട്രാൻസ്ലേറ്റ് ചെയ്ത് എങ്ങനെ പറയും? ഐ വിൽ ബ്ലസ് ദ ലോർഡ്. പറ സാറ് പച്ചയ്ക്ക് പറഞ്ഞു. ഞാൻ ദൈവത്തെ അനുഗ്രഹിക്കുന്നു. ഞാൻ ദൈവത്തെ അനുഗ്രഹിക്കുന്നു. ഞാൻ ദൈവത്തെ അനുഗ്രഹിക്കേണ്ട കാര്യമുണ്ടോ? അപ്പൊ അതിന്റെ അർത്ഥം എന്നാ? ഞാൻ ദൈവത്തെ അനുഗ്രഹിക്കുക എന്നതുകൊണ്ട് അവിടെ ഉദ്ദേശിക്കുന്നത് ഞാൻ ദൈവത്തെ വാഴ്ത്തുക, പുകഴ്ത്തുക എന്നുള്ളതാണ്. ഇറ്റ്സ് എ ബറാക്ക്. രണ്ട് വേർഡ് നിങ്ങൾക്ക് അവിടെ കാണാം, ബ്ലസ് ആൻഡ് പ്രൈസ്. ഞാൻ യഹോവയെ എല്ലാ കാലത്തും വാഴ്ത്തും. അപ്പൊ അതൊരു കണ്ടീഷൻ, അതൊരു നിലയാണ്, ആരാധനയുടെ ഒരു നിലയാണ്. എന്റെ സ്തുതി എപ്പോഴും, അവന്റെ സ്തുതി എപ്പോഴും എന്റെ നാവിന്മേൽ, അത് മറ്റൊരു അനുഭവമാണ്. Both are different. Hallelujah. Hallelujah. Listen, this is very interesting message. ഉൽപ്പത്തി 1:22 വായിക്കുമ്പോൾ ഈ വേർഡ് ബറാക്ക് എന്ന വേർഡ് ആദ്യമായി ബൈബിളിൽ കാണുന്ന എവിടെയാ? ഉൽപ്പത്തി 1:22 ബറാക്ക് എന്ന വേർഡ് കാണും. നിങ്ങൾ വർദ്ധിച്ചു പെരുകി സമുദ്രത്തിലെ വെള്ളത്തിൽ നിറവീം, പർവ്വജാതി ഭൂമിയിൽ പെരുകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചു. ദൈവം അവയെ അനുഗ്രഹിച്ചു. ആ ദൈവം അവയെ അനുഗ്രഹിച്ചു എന്നുള്ളിടത്ത് ഹീബ്രുവിൽ കൊടുത്തിരിക്കുന്നത് ബറാക്ക് എന്ന വേർഡാണ്. ഹല്ലേലൂയ. ചേർന്ന് രാമീൻ പറഞ്ഞാട്ട്. സാംസ് 95:6, 95-ാം സങ്കീർത്തനം 6-ാം വാക്യം. വരുവീൻ, നാം വണങ്ങി നമസ്കരിക്കുക, നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. നിങ്ങൾ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടോ? പക്ഷേ സമയം പോയി, ഇത് വളരെ പ്രയോജനപ്പെടുന്ന ഒരു ഭാഗമായിരുന്നു. എപ്പോഴും ഇവിടുത്തെ പ്രശ്നം ഇതാ, ബിക്കോസ് ഓഫ് ടൈം. താങ്ക് യു ഹോളി സ്പിരിറ്റ്. ദൈവത്തിന്റെ സന്നിധിയിൽ എന്തുകൊണ്ടാണ് ഈ മുട്ടുകുത്തി നിന്നുള്ള പ്രേയറിന്, വർഷിപ്പിന് പ്രാധാന്യതയുള്ളത്? ബിക്കോസ് ഞാൻ മുട്ടുകുത്തുമ്പോൾ എൻ്റെ ദേഹം, എൻ്റെ ദേഹി, എൻ്റെ ആത്മാവ്, ഇത് മൂന്നും ദൈവത്തിന്റെ മുമ്പിൽ ഏൽപ്പിക്കപ്പെടുന്നതാണ്. മൈ സ്പിരിറ്റ്, മൈ സോൾ ആൻഡ് മൈ ബോഡി. ഇതുകൊണ്ടാണ് യേശു കർത്താവ് ഗത്സമന തോട്ടത്തിൽ തന്റെ മരണത്തെക്കുറിച്ച് അതിന് മണിക്കൂറുകൾ മാത്രമേ ബാക്കിയുള്ളൂ എന്ന് തിരിച്ചറിഞ്ഞ മശീഹ ക്രിസ്തു, അവനൊരു കല്ലേറ് ദൂരത്തോളം വാങ്ങിപ്പോയി മുട്ടുകുത്തി ദൈവത്തോട് പ്രാർത്ഥിച്ചു. തന്റെ ദേഹത്തെ, തന്റെ ദേഹിയെ, തന്റെ ആത്മാവിനെ ആ ഗത്സമനയിൽ തനിക്ക് വരാൻ പോകുന്ന മുഴുവൻ കഷ്ടാനുഭവങ്ങളിലും തനിക്ക് പിടിച്ചു നിൽക്കാൻ ദൈവത്തിന്റെ കയ്യിലോട്ട് ഏൽപ്പിക്കുകയാണ്. He submitted his body, mind and soul. Hallelujah. Thank you Holy Spirit. ശദ്രക്, മേശക്, അബേദ്നെഗോ പറഞ്ഞു, ഞങ്ങൾ ഒരിക്കലും രാജാവിന്റെ പ്രതിമയുടെ മുമ്പിൽ വണങ്ങത്തില്ല, ഞങ്ങൾ അതിനെ മുട്ടുകുത്തത്തില്ല. ഞങ്ങളുടെ ദേഹം, ഞങ്ങളുടെ ദേഹി, ഞങ്ങളുടെ ആത്മാവ് ദൈവത്തിനുള്ളതാണ്. You understand me what I say? ഇത് മൂന്നുമാണ് പിശാച് ചോദിച്ചത്. പക്ഷെ ശത്രുക്, മേശക്, അബേദ്നെഗോ പറഞ്ഞു, never, we never do that. Thank you Holy Spirit.
താങ്ക് യു ഹോളി സ്പിരിറ്റ്. വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുൻപിൽ മുട്ടുകുത്തുക. ദൈവത്തിന്റെ മുൻപിൽ മുട്ടുകുത്തിയാൽ, ദൈവത്തിന്റെ മുൻപിൽ നിന്റെ ദേഹത്തെയും ദേഹിയെയും ആത്മാവിനെയും നീ സമർപ്പിച്ചാൽ, ഞാൻ ഉറപ്പ് പറയുന്ന പിശാചിന് പിന്നെ അതിന്റെ മേൽ അവകാശമോ അധികാരമോ ഇല്ല. Psalms 96 word 2, 96 സങ്കീർത്തനം 2-ാമത്തെ വാക്യത്തിൽ പറയുന്നു, യഹോവയ്ക്ക് പാടി അവന്റെ നാമത്തെ വാഴ്ത്തുവീൻ. അവന്റെ നാമത്തെ വാഴ്ത്തുവീൻ. വാഴ്ത്തുവീൻ. താങ്ക് യു ഹോളി സ്പിരിറ്റ്. പറഞ്ഞ് നാമത്തെ പുകഴ്ത്തുവീൻ. പാസ്റ്റർ ഈ വേർഡ് ശ്രദ്ധിച്ചിട്ടുണ്ട്. ജോബ് ദൈവസന്നിധിയിൽ ചെയ്തത്. യോബിന്റെ പുസ്തകത്തിൽ ഒന്ന് പോയി 1-ാം അധ്യായം 21, 22 വാക്യങ്ങൾ നോക്കി. താങ്ക് യു ഹോളി സ്പിരിറ്റ്. നഗ്നനായി ഞാൻ എൻ്റെ അമ്മയുടെ ഗർഭത്തിൽ നിന്ന് പുറപ്പെട്ടു വന്നു, നഗ്നനായി തന്നെ ഞാൻ മടങ്ങിപ്പോകും. യഹോവ തന്നു, യഹോവ എടുത്തു, യഹോവയുടെ നാമം എന്ന് പറഞ്ഞാൽ there is no condition, there is no arguments. ബാറാക് മീൻ ദൈവത്തോട് ഒരു ആർഗ്യുമെന്റേഷനും ഇല്ലാതെ, ദൈവത്തോട് ഒരു പരാതിയില്ലാതെ, ദൈവത്തോട് ഒരു ചോദ്യമില്ലാതെ എന്നെ തന്നെ ദൈവത്തിന്റെ സന്നിധിയിൽ ഇട്ടിട്ട് അവന്റെ നാമത്തെ ഞാൻ പുകഴ്ത്തുന്ന അവസ്ഥയാണ്. The third thing, ഞാൻ പറഞ്ഞു എനിക്ക് because of time, the third thing is yada. Yada. The word yada appears almost 950 times in the Hebrew scriptures, the Old Testaments, including 52 times in Genesis also. വേദപുസ്തകത്തിൽ 950 തവണ രേഖപ്പെടുത്തിയിട്ടുള്ള, ഉൽപ്പത്തി പുസ്തകത്തിൽ മാത്രം 52 തവണ എബ്രായ ഭാഷയിൽ എഴുതിയിട്ടുള്ള വേർഡാണ് യാഥ. Hallelujah. The yada mean for extending the hands in thanksgiving to praise. The yada mean to know. ഞാൻ ഒരു 2 മിനിറ്റ് നിങ്ങൾ എന്തായാലും ഇത്ര ക്ഷമിച്ചു. To know. യാഥ അത് ആരാധനയുടെ ഒരു അവസ്ഥയാണ്. എന്ന് പറഞ്ഞാൽ ദൈവം ആരെന്നറിഞ്ഞ്. Pastor, can you please translate this word English to Malayalam? Carries not only mental but an emotional perspective as well. Yada relates to do deep love and trust between husband and wife. അത് ഭൗതികമായ ഒരു അറിവ് മാത്രമല്ല, അത് വൈകാരികമായ ഒരു അറിവ് കൂടെയാണ്. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധം എങ്ങനെയായിരിക്കുന്നോ അത്തരത്തിലുള്ള ആഴത്തിലുള്ള ഒരു ബന്ധത്തിന്റെ പേരാണ് യാദ എന്ന വാക്ക്. എന്ന് പറഞ്ഞാൽ ആരാധനയിൽ ഈ യാഥയുടെ അവസ്ഥയിലേക്ക് കയറണമെങ്കിൽ, അവൻ കയറിക്കഴിഞ്ഞാൽ അവന്റെ മുമ്പിലാണ് സ്പിരിറ്റ് റിലം തുറക്കുന്നത്. ലിസൺ, ദൈവത്തെ ഭയങ്കരമായി അറിയുന്നു. ഞാൻ ദൈവത്തെ അറിയുന്നു, അവൻ എന്നെ അറിയുന്നു എന്ന ബോധ്യത്തിൽ ഞാൻ ആരെയാണ് ആരാധിക്കുന്നത് എന്ന ആ വെളിപ്പാടിൽ, ആ അറിവിൽ നിന്നുകൊണ്ട് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്ന അവസ്ഥ. 100-ൽ 60% ആളുകളും കൈയടിക്കുന്നത് ശരിക്കും ദൈവം ആരാന്ന് അറിഞ്ഞാണോ? 100-ൽ 90% ആളുകളും ദൈവത്തെ യഥാർത്ഥമായി അറിഞ്ഞുകൊണ്ടാണ്. ഇവിടെ യാഥ എന്ന പദം കാണിച്ചിരിക്കുന്നത് യൗവനക്കാരിയായ ഒരു ഭാര്യ അവളുടെ ജീവിതത്തിൽ ആദ്യമായി അവളുടെ ഭർത്താവിന്റെ മുമ്പിൽ അവൾ മറയില്ലാതെ വസ്ത്രരഹിതയായി നിൽക്കുന്ന അവസ്ഥയാണ് യാഥ എന്ന വാക്കിന്. ഞാൻ ഗൂഗിളിൽ ഹീബ്രുവിലും ഗ്രീക്കിലും എല്ലാം നോക്കിയപ്പോൾ എനിക്ക് കിട്ടിയ ഡെഫിനിഷൻ.
ഭാര്യ ഭർത്തൃ ബന്ധമെന്ന് മറയില്ല. യാഥ എന്ന ആരാധനയുടെ അവസ്ഥ എന്ന് പറയുന്നത് എന്നെ അറിയുന്ന, എന്നെ ഉള്ള പോലെ കാണുന്ന, Yes. Praise you, Lord. കർത്താവിന്റെ മുമ്പിൽ ഞാൻ ചെന്ന് നിൽക്കുന്ന അവസ്ഥയാണ്. Thank you, Holy Spirit. Thank you, Holy Spirit. Hallelujah. Psalms 39, 139, 139 സങ്കീർത്തനം 23-24 വാക്യം. Thank you, Jesus. Thank you, Jesus. ദൈവമേ, എന്നെ ശോധന ചെയ്ത് എന്റെ ഹൃദയത്തെ അറിയണമേ. എന്നെ പരീക്ഷിച്ച് എന്റെ നിലവുകളെ അറിയണമേ. ദൈവമേ, നീ എന്നെ അറിയുന്നു, അല്ലെങ്കിൽ നീ എന്നെ അറിയണമേ. യാഥ 24 വാക്യം. വ്യസനത്തിലുള്ള മാർഗം എന്നിൽ ഉണ്ടോന്ന് നോക്കി ശാശ്വത മാർഗത്തിൽ എന്നെ നടത്തണമേ. Thank you, Holy Spirit. Thank you, Holy Spirit. Romans chapter 11 verse 34, 35, 36 quickly. Rasha bakala manahoshes. Randamala kashmanana namao setela baba. Read quickly, pastor. കർത്താവിന്റെ മനസ്സറിഞ്ഞവൻ ആർ? അവന്റെ മന്ത്രിയായിരുന്നവൻ ആർ? അവന് വല്ലത് മുമ്പേ കൊടുത്തിട്ട് പ്രതിഫലം. Listen. ഞാനിപ്പോൾ എന്നെ നോക്കിയേ. ഞാനിപ്പോൾ നിൽക്കുന്നത് എന്നെ അറിയുന്ന ദൈവത്തിന്റെ മുമ്പിലാണ്. 2, ഞാൻ ആരെയാണ് ആരാധിക്കുന്നതെന്ന് എനിക്കറിയാം. ഈ 2 അറിവുള്ളവരെന്ന് കൈ ഉയർത്തിയേ. നിങ്ങൾ ആരാധിച്ചിട്ടേ കാര്യമുള്ളൂ. Yes. Amen. Yes, Lord. Not getting. ഞാൻ ആർക്ക് വേണ്ടിയായി പാടുന്നേ? ഞാൻ ആരുടെ മുമ്പിലായി നിൽക്കുന്നേ? എന്നെ ആരായി കാണുന്നേ? ഞാൻ ആരെ ആരാധിക്കുന്നേ? ഈ ബോധ്യമില്ലാത്തവർ ആരാധിക്കുന്നത് ആരാധനയല്ല. എന്നെ അറിയുന്ന, എന്നെ കാണുന്ന ആ സങ്കീർത്തനം ഒന്നുകൂടെ can you please project it? വ്യസനത്തിലുള്ള മാർഗം എന്നിൽ ഉണ്ടോന്ന് നോക്കണം, എന്നെ കാണണം. 23-ാമത്തെ വാക്യത്തിൽ ബൈബിൾ വ്യക്തമായി പറയുന്നത് എന്നെ ശോധന ചെയ്യണം, എന്റെ ഹൃദയത്തെ അറിയണം, എന്റെ നിലവുകളെ. യു നോ എവറിത്തിങ് ലോർഡ്. പക്ഷേ യാഥ എന്ന വേർഡ് ഗ്രീക്കിൽ ട്രാൻസ്ലേറ്റ് ചെയ്തിരിക്കുന്ന പുതിയ നിയമത്തിൽ ഒറ്റ സ്ഥലത്തേ ഉള്ളൂ. അറിയോ എവിടാന്നറിയോ? ശിമോനെ, നീ ഇവരിലധികമായി എന്നെ സ്നേഹിക്കുന്നുണ്ടോന്ന് 3-ാമത്തെ തവണ ചോദിച്ചപ്പോ ശിമോൻ പറഞ്ഞില്ലേ, കർത്താവേ, നീ സകലവും അറിയുന്നു. യാഥ. ദൈവത്തിന്റെ മുമ്പിൽ നിൽക്കുന്ന നിനക്കറിയോ നിന്നെ ദൈവത്തിന് ചൊവ്വ അറിയാന്ന്? Oh, thank you, Holy Spirit. I'm going to close the session. മക്കളെ, നിങ്ങൾ ദൈവത്തിന്റെ സന്നിധി ചെയ്യുന്ന ഓരോ കാര്യങ്ങൾക്കും ദൈവത്തിന്റെ മുമ്പിൽ അതിനൊരു അർത്ഥവും ആഴവും ഉണ്ട്. മോളെ, നീ നിന്റെ കുഞ്ഞുമായിട്ട് ഇന്ന് ഫ്രണ്ടി വന്നിരിക്കുന്നു. ആ കൊച്ചിനെ മടിയിൽ ആ കുഞ്ഞിനെ പിടിച്ചോണ്ട് ഈ അമ്മ ഇരിക്കുമ്പം അവർക്കൊരു ഫെയ്ത്ത് ഉണ്ട്, അല്ലെങ്കിൽ അവരവന്നിരിക്കത്തില്ല. ആ വയ്യാത്ത മനുഷ്യൻ നട്ടലിൽ ബെൽറ്റും കെട്ടി കസേരക്കകത്തിരുന്ന് 2 കാലും നൂത്ത് വെച്ച്, ഇവിടെ രാവിലെ 3 തവണ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് വന്നവൻ വീട്ടിൽ പോയി. ആ കസേരക്കകത്ത് മേലാത്ത മനുഷ്യൻ, ലുക്ക് അറ്റ് ദിസ്, show me the camera inside. ആ മനുഷ്യൻ അവിടെ ബെൽറ്റും കെട്ടി കാലും നോത്ത് ഇത്രയും മണിക്കൂർ അവിടെ വന്നിരിക്കുമ്പോ ആ മനുഷ്യന്റെ അകത്ത് ഒരു കാര്യം പോകുന്നുണ്ട്, എന്റെ ജീവിതത്തിൽ ദൈവം എന്തെങ്കിലും ചെയ്യുമോ? ഈ ഒരു ഉറപ്പില്ലാത്തവൻ ദൈവത്തെ ആരാധിക്കാൻ നിൽക്കരുത്. അത് കേവലം ഒരു അഭിനയമായി പോകും. ലിസൺ, അഭിഷേകം ചെയ്യാൻ എടുക്കുന്ന ഒലിവെണ്ണ ആണോ? ഇതേ ഒലിവെണ്ണ വെച്ച് നിനക്ക് സലാഡ് ഉണ്ടാക്കിക്കൂടെ? ഇതേ ഒലിവെണ്ണ വെച്ച് നിനക്ക് മീൻ വറുത്തൂടെ?
നീ മീൻ മറക്കുന്ന ഇതേ ഒലിവെണ്ണ ചിലതിന്റെ തലയിൽ പ്രാർത്ഥിച്ച് വീഴുമ്പോൾ ചരിത്രം മാറുക. What is that? Yes, Holy Spirit. കാരണം നീ വിശ്വാസത്തിൽ എടുക്കുന്ന ഓരോ സ്റ്റെപ്പിനും, നീ വിശ്വാസത്തിൽ എടുക്കുന്ന ഓരോ ആക്ഷനും Give me that. This is a normal pipe. This is a horn. ഇസ്രായേലിൽ നിന്ന് വാങ്ങിച്ച കാഹളമാണ്. It's a normal horn. ഇത് ഏതോ കാളയുടെയോ എന്തിന്റെയോ കൊമ്പ ഇസ്രായേലിൽ അവര് സെയിൽ ചെയ്യുന്നതായത്. അല്ല, ഇത് ചൈനക്കാരനുണ്ടാക്കിയായിരിക്കും, എന്തോ ആവട്ടെ. പക്ഷേ ഇസ്രായേൽ മക്കൾ കാളയുടെ തലയിലിരുന്ന അല്ലെങ്കിൽ മാന്റെ തലയിലിരുന്ന ഒരു കൊമ്പ് ഈ സൈഡ് കട്ട് ചെയ്ത് യോശുവയുടെ നേതൃത്വത്തിൽ ആ കൊമ്പ് തമ്പുരാന്റെ വാക്കിനനുസരിച്ച് ഊതിയപ്പം ഒരു വലിയ ബിൽഡിംഗ് ഇടിഞ്ഞ് തറയെ വീണു. Yes. Yes, thank you, Holy Spirit. Jesus, we praise you, God. ഈ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ 5 മിനിറ്റ് ഒരു കാര്യം ഞാൻ നിങ്ങളെ പഠിപ്പിക്കാൻ പോവാ. ലിഫ്റ്റ് അപ്പ് യുവർ റൈറ്റ് ഹാൻഡ്. വലത് കൈ ഉയർത്തി. നമ്മൾ എപ്പോഴും പലപ്പോഴും നിങ്ങളുടെ പാസ്റ്റർ പറയുന്നത് 2 കൈ ഉയർത്താനല്ലേ. പക്ഷെ ഞാൻ എന്തിനാ വലത് കൈ ഉയർത്താൻ പറഞ്ഞേ? ഈ വലത് കൈ ഉയർത്തി പ്രാർത്ഥിക്കേണ്ട സാഹചര്യങ്ങളുണ്ട്, അവിടെ 2 കൈ ഉയർത്തല്ലേ. ബിക്കോസ് ദ റൈറ്റ് ഹാൻഡ് ഈസ് റെപ്രസെന്റിംഗ് പവർ, സ്ട്രെങ്ത്. വലത് കൈ, ദ റൈറ്റ് ഹാൻഡ് ഈസ് റെപ്രസെന്റിംഗ് ദ ബെസ്റ്റ്. വലത് കൈയെ കാണിക്കുന്നത് ഏറ്റവും നല്ലതാ. വലത് കരത്തെ കാണിക്കുന്നത് ശക്തിയാ. വലത് കരത്തെ കാണിക്കുന്നത് പവറാ. അതുകൊണ്ടാണ് യെശയ്യാ 41:10 ബൈബിൾ പറയുന്നത്, 41:10 ബൈബിൾ പറയുന്നത്, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള Yes, amen. Yes, we praise. എന്റെ നീതിയുള്ള വലം കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ഹല്ലേലൂയ. ഈ വലത് കരം ഉയർത്തിപ്പിടിക്കുന്നത്, എസ്പെഷ്യലി ഞാൻ രോഗികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ വലത് കൈ ഉയർത്തിയ പ്രാർത്ഥിക്കുന്നു. ഒരു ഇമ്പാർട്ടേഷന് വേണ്ടി എന്റെ അടുക്കൽ ആരെങ്കിലും പ്രാർത്ഥിക്കാൻ വന്ന് ഞാൻ എന്റെ വലത് കരം അവന്റെ മേളിൽ വയ്ക്കും. ബിക്കോസ് വേദപുസ്തകത്തിൽ ഇതിനെല്ലാം ഞാൻ പറഞ്ഞില്ല, ഒലിവെണ്ണ നിനക്ക് മീൻ വറക്കാനും എടുക്കാം. നീ പ്രാർത്ഥനയോടെ ഒലിവെണ്ണ എടുത്ത് പ്രാർത്ഥിച്ച നിന്റെ കൂടെ നിൽക്കുന്ന ഒരുത്തന്റെ മേളിൽ ഒരു ഇമ്പാർട്ടേഷന് വേണ്ടി പ്രാർത്ഥിച്ച അവന്റെ മേളിൽ നിനക്ക് തേക്കാം. നീ ഏത് പർപ്പസിന് വേണ്ടി ഏത് വിശ്വാസത്തിൽ ഇത് എടുക്കുന്നു അത് അങ്ങനെ ആക്ട് ചെയ്യും. നിനക്ക് കാഹളം എടുത്ത് തിരിച്ചും മറിച്ചും നോക്കി കൊണ്ടുവയ്ക്കാം. ഇതേ കാഹളം എടുത്ത് ഊതി നിനക്ക് ബിൽഡിംഗ് അടിച്ച് തറയിൽ ഇടുകയും ചെയ്യാം. ദൈവം യേശു എവിടെ ഇരിക്കുന്നേ? മീഡിയ പ്ലീസ്. Hebrew chapter 1:3. Hebrew chapter 1:3 ബൈബിൾ പറയുന്നു, എബ്രായർ 1:3, അവൻ മഹിമയുടെ വലത്തുഭാഗത്തിരിക്കുന്നു. അവൻ അവന്റെ തേജസ്സിന്റെ പ്രഭയും തത്വത്തിന്റെ മുദ്രയും സകലത്തെയും തന്റെ ശക്തിയുള്ള വചനത്താൽ വഹിക്കുന്നവനും ആകുകൊണ്ട് പാപങ്ങൾക്ക് പരിഹാരമുണ്ടാക്കിയ ശേഷം ഉയരത്തിൽ മഹിമയുടെ വലത്ത് ഭാഗത്തിരിക്കുകയും. എന്തുകൊണ്ടാ? വാട്ട്സ് ദ റീസൺ? എബ്രായർ 12:2 അവൻ ക്രൂശിനെ സഹിച്ചു, ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുകയും ചെയ്തു. ഹലോ, റൈറ്റ്. വലത്ത് ഭാഗം എന്ന് കാണിക്കുന്നത് that is a power. Yes. Amen. Yes. Hallelujah. ഈ ലൈവ് ഓഫ് ചെയ്യുകയാണെങ്കിൽ I will demonstrate it now. But because of live,
ഐ എം നോട്ട് ഡൂയിങ് ദാറ്റ്. കാരണം ഈ ശക്തി എന്തുവാ, വ്യക്തി എന്തുവാ, അഭിഷേകം എന്തുവാ, പരിശുദ്ധാത്മാവ് എന്നാ, വചനം എന്നാ, ഇതൊന്നും അനുഭവം ഇല്ലാത്തവൻ അനുഭവം പറയാൻ നിൽക്കുന്നതാണ് ഇന്നത്തെ ഏറ്റവും വലിയ പ്രശ്നം. ആരും മിണ്ടുന്നില്ല. Thank you, Holy Spirit. The right hand. നമ്മൾ ദൈവത്തിന്റെ സന്നദ്ധിയിൽ വലങ്കൈ ഉയർത്തി പ്രാർത്ഥിക്കുന്ന എന്തിനാണെന്നറിയാമോ? നമ്മൾ കർത്താവിനോട് പറയാം, കർത്താവ് ഇതുവരെയും ആ ബെസ്റ്റ്, ഏറ്റവും ശക്തമായത്, ഏറ്റവും ബെസ്റ്റ് ആയത് എന്നിൽ വന്നിട്ടില്ല. ലോർഡ്, ഐ ആസ്ക് യു. കാരണം എനിക്ക് ഒരാൾ ഒരു നല്ല സമ്മാനം തന്നാൽ, നല്ല നന്മ തന്നാൽ, ഞാൻ എന്റെ വലങ്കൈ You are not with me. Hallelujah. You are not with me. ദൈവസിംഹാസനത്തിന്റെ വലത്ത് ഭാഗത്തിരിക്കുന്നു. യഹോവയുടെ വലങ്കരം ഉയർന്നിരിക്കുന്നു. Psalms 118, 118 സങ്കീർത്തനം 16 വാക്യം. യഹോവയുടെ വലങ്കരം ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കരം. 118 സങ്കീർത്തനം 16 വാക്യം. അവന്റെ വലങ്കരം. യഹോവയുടെ വലങ്കൈ ഉയർന്നിരിക്കുന്നു. യഹോവയുടെ വലങ്കൈ വീര്യം പ്രവർത്തിക്കുന്നു. Yes, that's it. അതെന്നാ, രണ്ട് കൈയും ദൈവം സൃഷ്ടിച്ചില്ലയോ? ഞാൻ നിന്നെ ശക്തീകരിക്ക് സഹായിക്കേണ്ട നീതിയുള്ള കൈ കൊണ്ട് താങ്ങുമെന്ന് എഴുതിയ പോരെ? Because the right hand is representing the power, strength. Hallelujah. നിങ്ങൾ എങ്ങനെയാ കർത്താവിനെ ആരാധിക്കുന്നത്? നമ്മൾ ദൈവസന്നിധിയിൽ ഇങ്ങനെ നിൽക്കുമ്പോൾ, ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കുന്നില്ലേ? ഈ നിപ്പിന് ഒരു മനുഷ്യന്റെ മുമ്പിൽ നിങ്ങൾ ഇങ്ങനെ നിന്നാൽ എന്തോ അത് കാണിക്കുന്നത്? യു ആർ ആസ്കിങ്. ഞാൻ ദൈവത്തിന്റെ സന്നിധിയിൽ നിങ്ങൾ എന്തെങ്കിലും റിസീവ് ചെയ്യാൻ നിൽക്കുവാണെങ്കിൽ, ഒരു ദൈവദാസൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ മുമ്പിൽ വരുന്നു. നിങ്ങളൊരു ഹീലിംഗിന് വേണ്ടി നിൽക്കുക, നിങ്ങളൊരു ഫൈനാൻഷ്യൽ ബ്ലെസ്സിങ്ങിന് വേണ്ടി നിൽക്കുക, നിങ്ങൾ എന്തെങ്കിലും ദൈവസന്നിധിയിൽ റിസീവ് ചെയ്യാനാണ് നിൽക്കുന്നെങ്കിൽ, നിങ്ങൾ ദൈവസന്നിധിയിൽ ഈ നിൽക്കുന്ന ഈ നിപ്പിനുണ്ടല്ലോ, അത് കർത്താവ് കാണുന്നുണ്ട്. ഞാൻ കണ്ടിട്ടുണ്ട് പലരും, എന്ന് വെച്ചാൽ ദൈവം കൊടുക്കാൻ തീരുമാനിച്ചാലും സാധനം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിലും എനിക്ക് look at, are you worshiping the Lord? Listen to me. ദൈവത്തെ ആരാധിക്കും. You lift your hands please. ഇങ്ങനെ പിടിക്കല്ലേ. I'm giving the worship to you, Lord. ഞാൻ നിനക്ക് ആരാധന തരിക കർത്താവേ. I'm worshiping you, Lord Jesus. I worship you. എന്നെ സമർപ്പിക്കുന്നു. I am surrendering. Lord, I am surrendering my life. Look at this. I am surrendering. I am surrendering my life. I am asking. I am worshiping.